നമസ്തേ, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുത്തൻ പുലരിയിലേക്ക് സ്വാഗതം. 7 മണിയാകുന്നു. നമുക്ക് നോക്കാം ആദ്യം പ്രധാന തലക്കെട്ടുകൾ. പെഹൽഗാം കൂട്ടക്കൊല നടത്തിയ ഭീകരരുമായി ഏറ്റുമുട്ടി സുരക്ഷാസേന. സംഘത്തിലുള്ളത് 4 ഭീകരർ. പാകിസ്ഥാനെ പരസ്യമായി പിന്തുണ അറിയിച്ച് ചൈന. പിന്തുണയിൽ കടുത്ത അതൃപ്തി അറിയിച്ച് ഭാരതം. ജമ്മുകശ്മീരിൽ പ്രത്യേക നിയമസഭാ സമ്മേളനം രാവിലെ. ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ABVPക്ക് ചരിത്ര വിജയം. 42 കൗൺസിലർ സീറ്റിൽ 23-ലും മിന്നും വിജയം. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാരായ ശ്രീനാഥ് ഭാസിയെയും ഷൈൻ ടോം ചാക്കോയെയും ഇന്ന് ചോദ്യം ചെയ്യും. കൊച്ചിയിലെ മോഡലായ സൗമ്യയ്ക്കും എക്സൈസ് നോട്ടീസ്. ബിഗ് ബോസ് താരം ജിൻഡോ നാളെ ഹാജരാകണം. സംവിധായകൻ സമീർ താഹിറിന് സമൻസ് ഉടൻ. സംസ്ഥാനത്തേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് കൂടുതലെത്തുന്നത് മലേഷ്യയിൽ നിന്നും തായ്ലൻഡിൽ നിന്നും. കോഴിക്കോട്ട് ആൾക്കൂട്ടാക്രമണത്തിൽ സൂരജ് കൊല്ലപ്പെട്ട കേസിൽ അന്വേഷണം ഊർജിതം. ഒളിവിൽ കഴിയുന്നവരെ കണ്ടെത്താൻ പോലീസ്. 18 പ്രതികളുള്ള കേസിൽ പിടിയിലായത് 10 പേർ. സംസ്ഥാനത്ത് ആദ്യത്തെ CPM രാഷ്ട്രീയ കൊലപാതകത്തിന് ഇന്ന് 56 വയസ്സ്. RSS പ്രവർത്തകൻ വാടിക്കൽ രാമകൃഷ്ണൻ സ്മരണയിൽ കണ്ണൂർ. അന്നത്തെ കൊലക്കേസ് പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടവരിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും. തലസ്ഥാനത്ത് വ്യാജ ബോംബ് ഭീഷണിയിൽ പോലീസിനെ വലച്ച് വ്യാജന്മാർ. തിരുവനന്തപുരം എയർപോർട്ടിലും റെയിൽവേ സ്റ്റേഷനിലും അടക്കം 2 ദിവസത്തിനുള്ളിൽ ലഭിച്ചത് 7ഓളം വ്യാജ ഭീഷണികൾ. ഇമെയിൽ സന്ദേശങ്ങളുടെ IP അഡ്രസ് കണ്ടെത്താൻ കഴിയാതെ സൈബർ സെൽ വിഭാഗം. കാനഡയിൽ ആൾക്കൂട്ടത്തിനിടയിലേക്ക് കാർ ഇടിച്ചു കയറി 11 മരണം. കാർ പാഞ്ഞു കയറിയത് ഫിലിപ്പൈൻ വംശജരുടെ ആഘോഷം നടക്കുന്നതിനിടയിലേക്ക്. നിരവധി പേർക്ക് പരിക്ക്. നമുക്ക് ഏറ്റവും ആദ്യം പോകേണ്ടത്, നമുക്കറിയാം, പഹൽഗാം കൂട്ടക്കൊല. എന്താണ് സംഭവിക്കുന്നത് കശ്മീരിൽ ഇപ്പോൾ എന്നുള്ളതാണ്. പഹൽഗാം കൂട്ടക്കൊല നടത്തിയ ഭീകരരുമായി സുരക്ഷാസേന ഏറ്റുമുട്ടി എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഭീകരർ 4 സ്ഥലത്ത് സുരക്ഷാസേനയുടെ മുമ്പിൽ അകപ്പെട്ടു. ഒരു സ്ഥലത്ത് സുരക്ഷാസേനയ്ക്കെതിരെ വെടിവെച്ച ശേഷം രക്ഷപ്പെടുകയായിരുന്നു അവർ. 4 ഭീകരരാണ് ഈ സംഘത്തിലുള്ളത്. അതേസമയം അതിർത്തിയിൽ സാഹചര്യങ്ങൾ വിലയിരുത്താൻ ശ്രീനഗറിൽ ആർമി കോർ കമാൻഡർമാരുടെ യോഗം ഇന്ന് ചേരും എന്ന വിവരം കൂടിയുണ്ട്. നന്ദഗോപൻ ചേരുന്നു വിവരങ്ങളുമായി. നന്ദൻ, അത് ഈ ഭീകരരെ വളഞ്ഞിട്ടുണ്ട്, അവർ സ്ഥലം വിട്ടു പോയിട്ടില്ല എന്ന വിവരം തന്നെയാണ് ആദ്യമേ, ആ സൂചന തന്നെയാണ് ആദ്യമേ ഈ സുരക്ഷാസേനയ്ക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ലഭിക്കുന്നത് ഈ ഭീകരരുമായി സുരക്ഷാസേന ഏറ്റുമുട്ടി എന്നുള്ളതാണ്. അവർ 4 പേരുണ്ട്. 4 സ്ഥലത്ത് ഈ സുരക്ഷാസേനയുടെ മുമ്പിൽ അകപ്പെടുകയും ചെയ്തു. സുരക്ഷാസേനയ്ക്ക് നേരെ വെടിവെച്ചു എന്നുൾപ്പെടെയുള്ള വാർത്തകൾ. എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ്? വീണ, ഈ ഭീകരർ ഈ സൗത്ത് കാശ്മീർ വിട്ട് പോയിട്ടില്ല എന്നുള്ള ഈ അന്വേഷണ സംഘത്തിൻ്റെ അനുമാനം ശരിയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനോടകം തന്നെ 4 തവണയാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഇതിൽ പ്രധാനമായും ഏറ്റവും ലഭ്യമായ വിവരങ്ങളനുസരിച്ച് ഈ പെഹൽഗാം കൂട്ടക്കൊല അല്ലെങ്കിൽ പെഹൽഗാം തീവ്രവാദ അക്രമത്തിന് ശേഷം ഈ സംഘം ഈ കാട്ടിനുള്ളിലൂടെ കടന്നത് അനന്തനാഗ് മേഖലയിലേക്കാണ്. അവിടെ നിന്നും ത്രാൽ മേഖലയിലേക്കുള്ള വനമേഖലയിലേക്ക് കടന്നു. അതിനുശേഷം കുൽഗാം മേഖലയിലേക്ക് കടന്നു എന്നുള്ളതാണ് ലഭ്യമായ വിവരം. ഇന്നലെ കുൽഗാമിൽ വെച്ചാണ് ഈ ഭീകരരെ സൈന്യം വളയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒടുവിൽ സൈന്യത്തിന് നേരെ വെടിയുതിർത്ത് താൽക്കാലികമായി അല്ലെങ്കിൽ പെട്ടെന്ന് ഈ ഭീകരർ ഒളിഞ്ഞു മറയുകയായിരുന്നു. അതേസമയം ഈ ഭീകരർ എവിടെയും രക്ഷപ്പെട്ടിട്ടില്ല. അവരെ ഉടൻ തന്നെ പിടികൂടാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രധാനമായും ഈ സൈനിക വൃത്തങ്ങൾ അതേപോലെ തന്നെ അന്വേഷണ സംഘങ്ങൾ വ്യക്തമാക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ CRPFൻ്റെയും സൈന്യത്തിൻ്റെയും വാഹനം ദൃശ്യങ്ങളിൽ കാണാം. ഇതേപോലെ സമാനമായി ഈ മേഖലകളിലൊക്കെ തന്നെ ഈ സെർച്ചിങ് ഓപ്പറേഷൻ തുടരുകയാണ്. ഈ ഭീകരർ ഈ പെഹൽഗാമിൽ 26 പേരുടെ കൂട്ടക്കുരുതിക്ക് കാരണക്കാരായ ഭീകരർ അവർ 4 പേരുടെ സംഘമാണ് ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ അക്രമം നടന്ന അന്ന് തന്നെ ഈ വിനോദസഞ്ചാരികളുടെ 2 പേരുടെ ഫോൺ ഇവർ കൈക്കലാക്കി എന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. ആ ഫോണും കൃത്യമായി തന്നെ ഈ അന്വേഷണ സംഘം ട്രേസ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ അത് ഓൺ ആകുകയോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ ലൊക്കേഷൻ ട്രേസ് ചെയ്യുക
എന്നുള്ളതാണ് പ്രധാനമായും അന്വേഷണ സംഘം കരുതുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഈ ഭീകര സംഘം എത്തിയിരുന്നു. രാത്രിയോടുകൂടി ഒരു ഗ്രാമത്തിലെ ഒരു വീട്ടിലെത്തിയ ഈ സംഘം ഭക്ഷണം ആവശ്യപ്പെട്ടു. അവിടെ നിന്നും ഭക്ഷണം കളക്ട് ചെയ്യുന്നതിനിടയിൽ അവിടേക്ക് അന്വേഷണ സംഘം എത്തുകയും പെട്ടെന്ന് അവർ അവിടെ നിന്നും മാറുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇന്നലെ കുൽഗാമിൽ ഈ ഏറ്റുമുട്ടലുണ്ടായത്. ഈ ഭീകരരെ വളരെ അടുത്തേക്ക് പോലും ഈ അന്വേഷണ സംഘം എത്തി. എന്നാൽ സൈന്യത്തിന് നേരെ, അതേപോലെ തന്നെ സൈന്യവും CRPFിൻ്റെയും ജമ്മു കാശ്മീർ പോലീസിൻ്റെയും പ്രത്യേക സംഘമാണുള്ളത്. ഇവർക്ക് നേരെ വെടിയുതിർത്തുകൊണ്ട് ഇവർ പെട്ടെന്ന് മറയുകയായിരുന്നു. അതേസമയം സാഹചര്യങ്ങൾ വിലയിരുത്തുവാൻ വേണ്ടി ഇന്ന് ശ്രീനഗറിൽ ആർമിയുടെ പ്രത്യേക യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ ആണ് ഇനി തുടർ നടപടികൾ തീരുമാനിക്കുക. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കശ്മീരിലേക്കുള്ള റെയിൽവേ ലൈനുകളുടെ സുരക്ഷ കൂടുതൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മോസ്റ്റ് മോഡേൺ ആയുധങ്ങൾ ഇവർ ഈ പ്രത്യേക CRPF സംഘത്തിന് നൽകിക്കൊണ്ട്, അതേപോലെ തന്നെ കൂടുതൽ CCTVകൾ ഈ റെയിൽവേ ലൈൻ, അതേപോലെ തന്നെ ടണൽ അടക്കമുള്ള ഭാഗങ്ങളിൽ ഘടിപ്പിച്ചുകൊണ്ട് ഈ കൃത്യമായിട്ടുള്ള നിരീക്ഷണമാണ് നടക്കുന്നത്. ഈ ഭീകരർ ഒരുപക്ഷെ ഈ റെയിൽവേ ലൈൻ ആക്രമിക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ട് പരിഗണിച്ചാണ് ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ വീണ്ടും ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. CRPFിൻ്റെ പ്രത്യേക വാഹനം കാണാൻ കഴിയും. അതേപോലെ തന്നെ ഇന്ത്യൻ ആർമിയുടെ പ്രത്യേക വാഹനം കാണാൻ കഴിയും. ഈ രണ്ട് വാഹനങ്ങളും ഈ സെർച്ചിങ് ഓപ്പറേഷൻ്റെ ഭാഗമായി ഈ പെഹൽഗാം മേഖലയിൽ ഇപ്പോൾ തുടരുകയാണ്. ഇതുകൂടാതെ കൂടുതൽ സംഘാംഗങ്ങൾ, അതായത് ജമ്മു കാശ്മീർ പോലീസിൻ്റെയും സൈന്യത്തിൻ്റെയും CRPFിൻ്റെയും ഒക്കെ തന്നെ സംഘാംഗങ്ങൾ അടങ്ങിയ പ്രത്യേക ദൗത്യ സംഘമാണ് ഈ തെരച്ചിൽ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ഇവർ പല ടീമുകളായി തിരിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ സെർച്ചിങ് ഓപ്പറേഷൻ നടക്കുന്നത്. ഈ പ്രധാനമായും ഇപ്പോൾ ഈ കണക്ക് കൂട്ടുന്നത് സൗത്ത് കാശ്മീരിലെ പെഹൽഗാം, അനന്തനാഗ്, അതേപോലെ തന്നെ ട്രാൽ, കുൽഗാം, ഈ 4 വനമേഖലകൾ, ഈ മേഖലകളിൽ എവിടെയെങ്കിലും തന്നെ ഇവർ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. ഇന്നലെ കുൽഗാമിൽ വെച്ചാണ് ഏറ്റുമുട്ടലുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ കുൽഗാം വനമേഖലയിൽ തന്നെ ഇവർ ഉണ്ടാകുമെന്നുള്ളതാണ്. ഈ കാരണത്തിൽ തന്നെ അവിടേക്ക് കൂടുതൽ സൈന്യവും അതേപോലെ തന്നെ CRPFും ഒക്കെ എത്തിയിട്ടുണ്ട്. വളരെ സമഗ്രമായ തെരച്ചിലാണ്. ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടക്കുന്നു. അതേപോലെ തന്നെ നായ്ക്കളെ ഉപയോഗിച്ച്, സൈന്യത്തിൻ്റെയും CRPFിൻ്റെയും ഒക്കെ തന്നെ നായ്ക്കളെ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടക്കുന്നു. ഒപ്പം ഹെലികോപ്റ്റർ നിരീക്ഷണവും, ഇന്ത്യൻ ആർമിയുടെ ഹെലികോപ്റ്റർ നിരീക്ഷണവും നടക്കുന്നുണ്ട്. വളരെ അടുത്ത് തന്നെ ഈ ഭീകരരുടെ അടുത്തേക്ക് ഈ പ്രത്യേക ദൗത്യസംഘം എത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ ഭീകരർ അകപ്പെടാനുള്ള സാധ്യതയാണ് അന്വേഷണ സംഘം കാണുന്നത്. മാത്രമല്ല രഹസ്യാന്വേഷണ വിഭാഗത്തിനും ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ സമഗ്രമായ തിരച്ചിലാണ് ഈ മേഖലകളിലാകെ തന്നെ നടക്കുന്നത്. നമുക്ക് കാണാം, എന്തിനും തയ്യാറായി നിൽക്കുന്ന CRPFിൻ്റെ ഭടന്മാരെ കാണാം. അവരുടെ പ്രത്യേക വാഹനം കാണാം. ബുള്ളറ്റ് പ്രൂഫ് വാഹനമാണിത്, പ്രത്യേക സജ്ജീകരിച്ച വാഹനമാണിത്. ഈ വാഹനത്തിൽ ഈ റോഡുകളിലൂടെ എത്തി വനമേഖലയിലേക്ക് കടന്ന് തിരച്ചിൽ നടത്തുന്ന ഒരു രീതിയാണ്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഈ വനത്തിനുള്ളിൽ തന്നെ, പൈൻ കാടുകൾക്കുള്ളിൽ തന്നെ പ്രത്യേക സംഘമുണ്ട്. അവരും പ്രത്യേകമായി തിരച്ചിൽ നടത്തുന്നുണ്ട്. ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, എന്തിനും സജ്ജരായി നിൽക്കുന്ന CRPF ഭടന്മാരെ കാണാൻ കഴിയും. ഇതേപോലെ തന്നെ പെഹൽഗാമിൻ്റെ പല മേഖലകളിലും ഈ അതേപോലെ തന്നെ CRPF അംഗങ്ങൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സൈന്യവും പ്രത്യേകമായ സെർച്ച് ഓപ്പറേഷൻ നടത്തുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ കേസ് NIA ഏറ്റെടുത്തിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടപടികൾ തുടരുകയാണ്. ഒരു IG, അതേപോലെ തന്നെ ഒരു DIG, ഒരു SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ അന്വേഷണം നടത്തുന്നത്. ഈ അന്വേഷണ സംഘം ഇന്നലെ FIR രജിസ്റ്റർ ചെയ്ത് അതേപോലെ തന്നെ തെളിവെടുപ്പ് നടപടികളും ആരംഭിച്ചു. നമുക്ക് ലഭ്യമായ വിവരമനുസരിച്ച് നാളെ ഈ പെഹൽഗാമിലെ ബൈസരൺ വാലിയിൽ ഈ തീവ്രവാദ അക്രമമുണ്ടായ സംഭവം അത് പുനരാവിഷ്കരിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഇവിടേക്ക് ഭീകരർ എങ്ങനെ എത്തി, അതേപോലെ തന്നെ ഭീകരർ കടന്ന വഴി, അതേപോലെ തന്നെ മതമന്വേഷിച്ച് മുസ്ലിം അല്ല ഹിന്ദു ആണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവരെ കൊലപ്പെടുത്തിയ സാഹചര്യം, ഇതെല്ലാം തന്നെ കൃത്യമായി തന്നെ ഈ NIAയുടെ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഏതാണ്ട് ഒരു ദിവസം 150-ലധികം ആൾക്കാരെ വീതം ചോദ്യം ചെയ്തു വരികയാണ്. നേരത്തെ ജമ്മു കാശ്മീർ പോലീസ് പ്രത്യേകമായി കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അത് അനന്തനാഗ് ASPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആ കേസ് അന്വേഷിക്കുന്നത്. അങ്ങനെ ആ അന്വേഷണ സംഘത്തിനോടൊപ്പവും NIAയും അതേപോലെ തന്നെ IBയുടെയും റോയുടെയും ഒക്കെ തന്നെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ഈ സംഘം ഈ ഒരു ദിവസം ഏതാണ്ട് 150 ആൾക്കാരെ വീതം ചോദ്യം ചെയ്തു വരികയായിരുന്നു. ഇതിനിടയിലാണ് കേസ് പൂർണ്ണമായും NIAക്ക് കൂടി കൈമാറുന്ന സാഹചര്യം ഉണ്ടായത്.
NIA ഈ കേസ് ഏറ്റെടുത്താൽ വലിയ പുരോഗതി ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് സർക്കാർ കണക്ക് കൂട്ടുന്നത്. ഏതായാലും ഈ സെർച്ചിങ് നടപടികൾ തുടരുന്നതിനൊപ്പം തന്നെ ജമ്മു കാശ്മീരിലുടനീളം സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിർത്തിയിൽ ഏതാണ്ട് ഒരു സാഹചര്യം വളരെ മോശമായി വരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ കശ്മീരിൻ്റെ മുഴുവൻ മേഖലകളിലും ജമ്മു കാശ്മീരിലെ മുഴുവൻ മേഖലകളിലും സുരക്ഷ കർശനമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. മറ്റൊന്ന് നന്ദൻ, ഈ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിന് പിന്നാലെ ഉറി ഡാം തുറന്നു വിട്ടു എന്ന ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട് എന്താണ് അപ്ഡേറ്റ്സ് ഉള്ളത്? വീണ, ഉറി ഡാം കഴിഞ്ഞ ദിവസമാണ് തുറന്നു വിട്ടത്. അത് സർക്കാർ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ നൽകുന്നില്ല. അതേസമയം അപ്രതീക്ഷിതമായാണ് ഡാം തുറന്നു വിട്ടത്. ഈ ഡാം തുറന്നു വിട്ടത് കൊണ്ട് തന്നെ POKയിൽ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിൽ അവിടെ ഇപ്പോൾ ചെറിയ രീതിയിൽ വെള്ളപ്പൊക്കമുണ്ടായി, വലിയ ദുരന്തമുണ്ടായി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അവിടെ നിരവധി ആൾക്കാരെ ക്യാമ്പുകളിലേക്ക് മാറ്റിയെന്ന് അറിയാൻ കഴിയുന്നു. അതേപോലെ തന്നെ നിരവധി വീടുകൾ, വാഹനങ്ങളൊക്കെ തന്നെ ഒലിച്ചുപോയി, കടകമ്പോളങ്ങളൊക്കെ തന്നെ പൂർണ്ണമായി ഈ മേഖലയിൽ അടച്ചിട്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഇത് സംബന്ധിച്ചിട്ട് കൂടുതൽ വിശദാംശങ്ങൾ സർക്കാർ വ്യക്തമാക്കുന്നില്ലെങ്കിലും സ്വാഭാവികമായും പാകിസ്ഥാനുള്ള കനത്ത തിരിച്ചടിയുടെ ഭാഗമായി തന്നെയാണ് വളരെ അപ്രതീക്ഷിതമായി ഈ ഉറി ഡാം തുറന്നു വിട്ടത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല ആ മേഖലയിലെ കാർഷിക മേഖല, അതായത് ഈ ഉറി ഡാമിൻ്റെ സമീപമായി വലിയ പാടങ്ങളുണ്ട്. അതേപോലെ തന്നെ വലിയ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് കഴിയുന്നവരാണ് ഈ POK മേഖലയിലുള്ളവർ. അവരുടെ ഈ കൃഷി മുഴുവൻ പൂർണ്ണമായും നശിച്ചു എന്നുള്ളതാണ് ലഭ്യമാകുന്ന സൂചനകൾ. ഒപ്പം തന്നെ ഞാൻ സൂചിപ്പിച്ചു, വാഹനങ്ങൾ, വീടുകൾ, കടകമ്പോളങ്ങളൊക്കെ തന്നെ ഒലിച്ചു പോകുന്ന സാഹചര്യമുണ്ടായി. നിരവധി ആൾക്കാരെ ക്യാമ്പുകളിലേക്ക് മാറ്റി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഒരു വല്ലാത്ത സാഹചര്യം തന്നെയാണ് ഈ മേഖലയിൽ ഉടലെടുത്തിരിക്കുന്നത് ഈ ഒരു ഉറി ഡാം തുറന്നു വിട്ടതിലൂടെ എന്നുള്ളതാണ്. ഏതായാലും ഭാരതം ശക്തമായ നാണയത്തിൽ തിരിച്ചടിക്കുമെന്നുള്ളത് ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായാണ് സിന്ധു നദീജലം തടഞ്ഞതും അതേപോലെ തന്നെ ഈ ഉറി ഡാം തുറന്നു വിട്ടതുമൊക്കെ തന്നെ. മാത്രമല്ല ഇടയ്ക്ക് നമ്മുടെ ഇന്ത്യൻ പോസ്റ്റുകളിലേക്ക്, BSFൻ്റെ അതിർത്തി പോസ്റ്റുകളിലേക്ക് പാകിസ്ഥാൻ റേഞ്ചേഴ്സ്, പാകിസ്ഥാൻ്റെ അതിർത്തി കാക്കുന്ന നമ്മുടെ BSF പോലുള്ള ഒരു അർദ്ധസൈനിക വിഭാഗമാണ് പാകിസ്ഥാൻ റേഞ്ചേഴ്സ്. അവർ വെടിയുതിർക്കുന്നു ഇടയ്ക്ക് എന്നുള്ള സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. BSF ശക്തമായി തന്നെ തിരിച്ചടിക്കുന്നുണ്ട്. അങ്ങനെ ഒരു യുദ്ധസമാനമായ സാഹചര്യം അതിർത്തിയിൽ നിലനിൽക്കുന്നതിനാൽ തന്നെ ഈ അതിർത്തിയിലേക്കും കൂടുതൽ ഈ സേനാ വിഭാഗത്തെ വിന്യസിച്ചുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തുവാൻ വേണ്ടിയാണ് ഇന്ന് ഇപ്പോൾ ശ്രീനഗറിൽ പ്രത്യേക യോഗം ചേരുന്നത്. വീണ, അതിലേക്ക് കൂടിയാണ് വന്നത് നന്ദൻ. അത് വിശദമായി പറയും. ഇന്നിപ്പോൾ നിയമസഭാ സമ്മേളനം ചേരുന്നു ജമ്മു കാശ്മീരിൽ. എന്തൊക്കെ പ്രധാനപ്പെട്ട പ്രത്യേക കാര്യങ്ങൾ വിലയിരുത്തും? വീണ, ഈ അക്രമം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ സർവകക്ഷി യോഗം ചേർന്നിരുന്നു. അതായത് ജമ്മു കാശ്മീരിൽ ഇത്തരത്തിലൊരു സാഹചര്യം ഉടലെടുത്തത് അതിനെ എങ്ങനെ നേരിടണം എന്നുള്ളൊരു വിലയിരുത്തലാണ് ഈ സർവകക്ഷി യോഗത്തിലുണ്ടായത്. അവിടെ ചില രാഷ്ട്രീയ കക്ഷികൾ സർക്കാരിനെതിരെ, പ്രാദേശിക കശ്മീർ സർക്കാരിനെതിരെ, ഒമർ അബ്ദുള്ള സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ പ്രത്യേക നിയമസഭാ സമ്മേളനം കൂടി ചേരുന്നു. ഇവിടുത്തെ കശ്മീരിലെ സാഹചര്യങ്ങൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. മാത്രമല്ല നമുക്കറിയാം ജമ്മു കാശ്മീരിൻ്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്നുള്ളത് ടൂറിസമാണ്. അതുകൊണ്ട് തന്നെ ഈ ടൂറിസം മേഖലയിൽ പൂർണ്ണമായും ഓഡിറ്റ് നടത്തുവാൻ വേണ്ടി, സുരക്ഷാ ഓഡിറ്റ് നടത്തുവാൻ വേണ്ടി സൈന്യം തീരുമാനിച്ചിരുന്നു. ഈ സുരക്ഷാ ഓഡിറ്റിന് ശേഷം, അല്ലെങ്കിൽ സുരക്ഷാ ഓഡിറ്റ് നടത്തുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഏതെങ്കിലും അൺസേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി വിലയിരുത്തും. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ നിലവിലെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് മറ്റ് കക്ഷികളെ കൂടി ബോധ്യപ്പെടുത്തുക, ഒപ്പം തന്നെ അത് കൃത്യമായി തന്നെ ജനങ്ങളോട് വ്യക്തമാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരുന്നത്. ഉമർ അബ്ദുള്ള ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എങ്ങനെയാണ് ഈ കശ്മീരിൽ ഇത്തരമൊരു സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല പ്രാദേശികപരമായ ജനങ്ങൾ ഈ തീവ്രവാദത്തെ പലപ്പോഴും അനുകൂലിക്കുന്ന സാഹചര്യമുണ്ട്. എല്ലാവരും അല്ലെങ്കിലും ഒരു വിഭാഗം ജനങ്ങൾ ഇത്തരം തീവ്രവാദ സംഭവങ്ങളെ, തീവ്രവാദികളെ അനുകൂലിക്കുന്നു, അവരെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ സംരക്ഷണം നൽകിയ 15 പേരെ ഇതിനോടകം തന്നെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെ, അതായത്
ഈ പ്രാദേശികപരമായ ആൾക്കാർ ജമ്മു കാശ്മീരിലെ എത്തുന്ന തീവ്രവാദികൾക്ക് സഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്തുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇവർക്ക് പാകിസ്ഥാനിൽ നിന്നും എത്തിയ ആയുധങ്ങൾ കൈമാറിയത്, ഈ തീവ്രവാദികൾക്ക് ആയുധങ്ങൾ കൈമാറിയതും അതേപോലെ തന്നെ അവരെ ഈ മേഖലയിലേക്ക് എത്തിച്ചതുമൊക്കെ തന്നെ ഈ പ്രാദേശികപരമായ ആൾക്കാരാണ് എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 15 പേർ ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിലുള്ളത്, 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായതും. ഏതായാലും ഇന്നത്തെ നിയമസഭാ സമ്മേളനം ഒരുപക്ഷെ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ പെഹൽഗാമിലെ ബൈസരൻ വാലി തുറന്നു നൽകിയത് കേന്ദ്ര സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ സുരക്ഷാ സേനകളുടെയോ സൈന്യത്തിൻ്റെയോ ഒന്നും തന്നെ അറിവോടെയൂടി അല്ല. പ്രാദേശിക ഭരണകൂടം നേരിട്ട് ഇത്തരത്തിലെ ഒരു തീരുമാനത്തിലേക്ക് കടക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇതിനോടകം പുറത്തു വന്നത്. സ്വാഭാവികമായും സർക്കാരിനെതിരെ പ്രതിപക്ഷ കക്ഷികൾ അത്തരം വിമർശനങ്ങൾ ഉയർത്തുവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും ഇന്ന് സഭാ സമ്മേളനം ചേരുമ്പോൾ ഈ തീവ്രവാദ അക്രമം, അതായത് പെഹൽഗാമിലെ ബൈസരൻ വാലിയിൽ 26 പേരുടെ ജീവൻ നഷ്ടപ്പെടാനിടയായ സാഹചര്യം മുഖ്യമന്ത്രി വിവരിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. വീണ. ഓക്കെ, ശരി നന്ദൻ, വളരെ വിശദമായ റിപ്പോർട്ടുകൾ പല മേഖലയിൽ നിന്നും പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട്. അതേസമയം പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാക് പൗരന്മാർക്ക് തിരികെ മടങ്ങാനുള്ള സമയം ഇന്ന് അവസാനിക്കുകയാണ്. മെഡിക്കൽ വിസയിലെത്തിയവർ ഇന്ന് മടങ്ങണമെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ അന്ത്യശാസനം. 50ഓളം പേർ മെഡിക്കൽ വിസയിൽ കേരളത്തിലുണ്ട് എന്നാണ് സൂചന. ഇവരെ സംസ്ഥാന പോലീസ് പ്രത്യേകം നിരീക്ഷിക്കുന്നുമുണ്ട്. ശാലിനി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശാലിനി, ഈ 50ഓളം പേരുണ്ട് എന്ന് പറയുമ്പോൾ അവരെ പ്രത്യേക നിരീക്ഷണത്തിലുമാണ്. അപ്പോൾ മടങ്ങിപ്പോകാനുള്ള സാധ്യതകളെക്കുറിച്ച് കൂടി, ഒപ്പം മെഡിക്കൽ വിസ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മറ്റ് സാഹചര്യങ്ങൾ കൂടിയൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ടോ? വീണ, കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയന് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പെഹൽഗാം ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തടക്കമുള്ള മുഴുവൻ പാകിസ്ഥാൻ പൗരന്മാരെയും തിരികെ മടക്കി അയക്കണം എന്നുള്ളതായിരുന്നു ആ നിർദ്ദേശം. ഒപ്പം തന്നെ ഈ തിരികെ അയച്ചതിന് ശേഷം കൃത്യമായ റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകണം എന്നുള്ളതാണ് അവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെയായിരുന്നു ഇതിന്റെ ഒരു സമയപരിധി ഉണ്ടായിരുന്നത്. ആ സമയപരിധിക്കുള്ളിൽ താൽക്കാലിക വിസ എടുത്ത് വന്നവർ, ഒപ്പം തന്നെ മറ്റ് വിനോദസഞ്ചാരത്തിനടക്കമുള്ള വിസ എടുത്ത് എത്തിയവരെ ഇന്നലെ മടക്കി അയക്കണം എന്നുള്ള നിർദ്ദേശം സംസ്ഥാന സർക്കാരിന് നൽകുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചതുമാണ്. പക്ഷേ പകുതിയിലധികം ആളുകളും ഇപ്പോഴും സംസ്ഥാനത്ത് തുടരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് കണ്ണൂർ, മലപ്പുറം ജില്ലകളാണ്. കണ്ണൂരിൽ 71 പേരാണ് സംസ്ഥാനത്ത് പാക് പൗരന്മാരുള്ളത്. അതിൽ 104 പേരാണ് സംസ്ഥാന വ്യാപകമായി ഉള്ളത്. അതിലേറിയ പങ്കും കണ്ണൂരിലാണ് എന്നുള്ളതാണ് മറ്റൊരു ആശങ്കയായി നിൽക്കുന്നത്. അത് വിനോദസഞ്ചാര വിസയിലടക്കം വന്നവർക്കും ഒപ്പം തന്നെ താൽക്കാലിക കച്ചവടത്തിലടക്കം വിസ എടുത്ത് വന്നവരും ഇന്നലെ മടങ്ങിപ്പോകണമായിരുന്നു. പക്ഷേ മടങ്ങിപ്പോകാത്തവർ ഇപ്പോഴും സംസ്ഥാനത്ത് തുടരുന്നുണ്ട്. കൂടാതെ ഈ മെഡിക്കൽ വിസ എടുത്ത് വന്നവരുടെ കാര്യത്തിലാണ് വലിയ രീതിയിലുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നത്. കാരണം മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വിസ എടുത്ത് വന്നവർ ഇന്ന് വൈകുന്നേരത്തോടു കൂടി പൂർണ്ണമായും തിരികെ മടങ്ങണം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ആശുപത്രികളിൽ താമസിക്കുന്നവർ, ഒപ്പം തന്നെ വീടുകൾ വാടകയ്ക്കെടുത്ത് താമസിക്കുന്നവരടക്കമുള്ള മെഡിക്കൽ വിസയിലുള്ളവരെ അറിയിച്ചിട്ടുള്ളത്. പക്ഷെ പലരും ഈ ചികിത്സയാർത്ഥം ഇവിടെ തുടരാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. എന്തായാലും അവരെ പ്രത്യേകമായി നിരീക്ഷിക്കുന്നുണ്ട്. ദീർഘകാല വിസ എടുത്ത് വന്നവർക്ക് ഇവിടെ തുടരാമെന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഈ മെഡിക്കൽ വിസയിൽ ഉള്ളവർ പലരും ദീർഘകാല വിസയിലുണ്ട്. ഒപ്പം തന്നെ മെഡിക്കൽ വിസ എടുത്തവർ പലരും മടങ്ങിപ്പോകാതെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവരെ എങ്ങനെ മടക്കി അയക്കാം എന്നുള്ളൊരു നടപടികൾ സർക്കാർ ആലോചിക്കുകയാണ്. ഒപ്പം തന്നെ സംസ്ഥാന പോലീസും അവരെ പ്രത്യേകമായി നിരീക്ഷിക്കുന്നുണ്ട്. കാരണം ഈ മെഡിക്കൽ വിസ വ്യാജേന എടുത്തു വന്നതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത വരുത്തുകയാണ് പോലീസ് ഈ കാര്യത്തിൽ ഇപ്പോൾ പരിശോധിക്കുന്നത്. എന്തായാലും 104 പൗരന്മാരിൽ ഏറിയ പങ്കും ആളുകളും ഇപ്പോഴും തലസ്ഥാനത്തടക്കം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് സമയപരിധി അവസാനിക്കുന്നതോടുകൂടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ, നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുക. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി ഈ മെഡിക്കൽ വിസയിൽ ഉള്ളവർ കൂടി മടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവരുടെ കണക്കുകൾ അടക്കം രേഖപ്പെടുത്തിക്കൊണ്ട് കേന്ദ്രത്തിന് ഇതിന്റെ വിവരങ്ങൾ സംസ്ഥാന സർക്കാർ അറിയിക്കുകയും ചെയ്യും. വീണ. ഓക്കെ, ശരി ശാലിനി. ഏതായാലും ഈ വിഷയങ്ങളോടൊക്കെയും സജീവമായി പ്രതികരിച്ചുകൊണ്ട് കമൻറ്റ് ബോക്സിൽ നമ്മുടെ സ്ഥിരം പ്രേക്ഷകരും ഒപ്പം മറ്റു പ്രേക്ഷകരും ഒക്കെ ഉണ്ട്. എല്ലാവരുടെയും കമൻറ്റുകൾ വായിക്കുന്നു. സന്തോഷം. നമസ്തേ പറഞ്ഞ് വന്നവർക്കും ഒപ്പം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയവർക്കും. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ അവസാനിക്കുന്നില്ല. പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ചൈനയുടെ നിലപാടുകൾ, ഭാരതത്തിൻ്റെ മറുപടിയൊക്കെ ഇനി നോക്കേണ്ടതുണ്ട് വിശദമായി. പാകിസ്ഥാനെ പരസ്യമായി പിന്തുണ അറിയിച്ചിരിക്കുകയാണ് ചൈന.
പാകിസ്ഥാൻ ഡെപ്യൂട്ടി പ്രധാനമന്ത്രി മുഹമ്മദ് ഇഷാഖ് ധാറുമായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഫോണിൽ ചർച്ചകൾ നടത്തി. സ്ഥിതിഗതികൾ ചൈന നിരീക്ഷിക്കുകയാണെന്നും പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുന്ന സ്വതന്ത്ര അന്വേഷണത്തെ പിന്തുണയ്ക്കുന്നതായും ചൈന അറിയിക്കുന്നു. ചൈനയുടെ മികച്ച സുഹൃത്തായ പാകിസ്ഥാന്റെ സാഹചര്യം മനസ്സിലാക്കി പൂർണ്ണ പിന്തുണ ഉറപ്പാക്കുമെന്നും ചൈനീസ് വിദേശകാര്യമന്ത്രി പറഞ്ഞു. UN സുരക്ഷാ കൗൺസിലിൽ പഹൽഗാം ആക്രമണത്തിനെതിരായ പ്രമേയത്തെ ലഘൂകരിക്കാൻ ചൈന പാകിസ്ഥാന് പിന്തുണ നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ചൈനയുടെ പുതിയ നീക്കം. ഐസൺ ജോസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഐസൺ, പാകിസ്ഥാന് അനുകൂലമായി ഈ പ്രശ്നത്തെ, ഈ ഭീകരാക്രമണത്തെയും തുടർന്നുണ്ടാകുന്ന അന്വേഷണത്തെയും ഒക്കെ മാറ്റാനുള്ള ഒരു ശ്രമമാണ് ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന് വ്യക്തമാണ്. ലോകരാഷ്ട്രങ്ങൾ ഒന്നാകെ ഭാരതത്തിന് പിന്തുണ അറിയിക്കുകയും ഈ ഭീകരാക്രമണത്തെ അപലപിക്കുകയും ചെയ്ത സാഹചര്യം കൂടി മുന്നിലുണ്ട് എന്ന് ഓർക്കണം. എന്താണ് ചൈനയുടെ നീക്കം? ഇന്ത്യ പാക് വിഷയത്തിൽ ചൈന എടുക്കുന്ന നിലപാട്, ചൈന എടുക്കുന്ന ആനുകൂല്യം നിറഞ്ഞ നിലപാട് തീർച്ചയായും പാകിസ്ഥാനോടൊപ്പം തന്നെയായിരുന്നു. ഇത് കാലങ്ങളായി തുടരുന്നതാണ്, വർഷങ്ങളായി തുടരുന്ന ഒരു നിലപാടാണ്. അത് ചില സാമ്പത്തിക നേട്ടങ്ങളുടെയും ബെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവ് എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങളുടെയും ചില ലക്ഷ്യങ്ങൾ ചൈനയ്ക്കുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഇത്രയും ഗൗരവമേറിയ ഒരു വിഷയത്തിൽ 26 പേരുടെ ജീവനെടുത്ത അതീവ ഗൗരവമേറിയ ഒരു ഭീകരാക്രമണത്തിന്റെ വിഷയത്തിലും അതേ നിലപാട് ചൈന തുടരുന്നതാണ് ഏറെ വിമർശനങ്ങൾ വിളിച്ചു വരുത്തുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇന്നലെ വാർത്തകളിലെല്ലാം തന്നെ ഇടം പിടിച്ച അതീവ ഗൗരവമേറിയ ഒരു വിഷയം, അതായത് ഈ വിഷയത്തിൽ UN സെക്യൂരിറ്റി കൗൺസിൽ പഹൽഗാം ആക്രമണത്തിൽ പ്രമേയം പാസാക്കിയിരുന്നു. ആ പ്രമേയത്തിന്റെ ഏകകണ്ഠേന പാസാക്കേണ്ട പ്രമേയമായതുകൊണ്ട് തന്നെ ആ പ്രമേയത്തിൽ ചില തിരുത്തലുകൾ വരുത്താൻ ചൈന പാകിസ്ഥാനോടൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാവുന്നതാണ്, പുൽവാമ ആക്രമണം നടന്ന സമയത്ത് ഇതേ തരത്തിലുള്ള ഒരു പ്രമേയത്തിൽ ഇന്ത്യ സർക്കാരിനോടൊപ്പം, ഭാരത സർക്കാരിനോടൊപ്പം എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കണം, അംഗങ്ങളെല്ലാം ചേർന്ന് പ്രവർത്തിക്കണമെന്ന് UN സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു പ്രമേയം വന്നിരുന്നു. അതിൽ കൃത്യമായി ഭാരത സർക്കാർ എന്ന് വിശദീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്തവണ അത് ബന്ധപ്പെട്ട അധികാരികളുമായി എന്ന് തിരുത്താൻ പാകിസ്ഥാൻ സാധിച്ചു. കാരണം ഭാരതം ഇത്തരത്തിലൊരു കൃത്യമായ ഇടപെടൽ നടത്തുകയാണെങ്കിൽ ശക്തമായി തിരിച്ചടിക്കാൻ ഒരു വഴിയൊരുങ്ങും എന്നൊരു ഭയമായിരുന്നു പാകിസ്ഥാനെ ഇക്കാര്യത്തിനെ പ്രേരിപ്പിക്കുകയും ചൈനയുടെ പിന്തുണയോടെ നടപ്പാക്കുകയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വാങ് യിയും അതുപോലെ തന്നെ മുഹമ്മദ് ഇഷ്താഖ് ധാറുമായുള്ള കൂടിക്കാഴ്ച, ടെലിഫോണിലെ സംഭാഷണങ്ങൾ നടന്നിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ടെലിഫോൺ സംഭാഷണത്തിൽ വളരെ കൃത്യമായി പരാമർശിക്കപ്പെട്ട വിഷയങ്ങൾ, പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുന്ന ഈ ആക്രമണത്തെ പാകിസ്ഥാൻ ഇതുവരെ അപലപിച്ചിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. മാത്രമല്ല, ഈ വിഷയത്തിൽ സംയുക്ത അന്വേഷണം ആകാമെന്നൊരു നിലപാടാണ് പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. അതേ നിലപാടിനെ അനുകൂലിക്കുകയാണ് ചൈനയുടെ ഭാഗത്തു നിന്നുള്ള നീക്കം. ഇത്തരത്തിൽ ഈ കാര്യത്തിൽ അനുകൂല നിലപാട് സ്വീകരിക്കാമെന്ന് വാങ് യി ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയോട് അറിയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ നീക്കങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പാകിസ്ഥാനെതിരായ ഭാരതത്തിന്റെ നീക്കങ്ങളിലെല്ലാം തന്നെ പാകിസ്ഥാന് പിന്തുണ നൽകുക എന്ന ഉറച്ച നിലപാടാണ് ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അത് നദീജല കരാറിന്റെ വിഷയത്തിലും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്ന ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, ഭാരതവും ചൈനയുമായുള്ള അതിർത്തി പ്രശ്നത്തിൽ കൃത്യമായ ഇടപെടൽ നടത്താൻ ചൈന തയ്യാറായിരുന്നു. ചൈന തയ്യാറായതിനു ശേഷം അതിർത്തിയിലെ സേനാ പിന്മാറ്റം പിൻവലിക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കാര്യക്ഷമമായ ഇടപെടൽ നടത്താൻ ചൈന തയ്യാറാവുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് വീണ്ടും ഇതുപോലൊരു സമാന പ്രശ്നം നിലനിൽക്കുന്ന മറ്റൊരു രാജ്യത്തിന്റെ അതിർത്തിയിൽ സങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതിന് പിന്തുണ നൽകുകയും ചെയ്യുന്ന ഒരു നീക്കം ചൈന നടത്തുന്നത്. തങ്ങളുടെ ഭാഗം സുരക്ഷിതമാക്കുകയും എന്നാൽ പാകിസ്ഥാനുമായുള്ള ഭാരതത്തിന്റെ പ്രശ്നം സങ്കീർണമാക്കുകയും ചെയ്യുക എന്ന ഒരു ഗൂഢലക്ഷ്യം ചൈനയ്ക്ക് ഈ വിഷയത്തിലുണ്ട്. ഇരട്ടത്താപ്പ് ചൈനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ ഐസൺ, ഭാരതം ശക്തമായി അപലപിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഭാരതം ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടുകൾ അറിയിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്കറിയാവുന്നതാണ് ചൈനയുടെ ഇത്തരത്തിലുള്ള പിന്തുണ. നമുക്കറിയാവുന്നതാണ് ചൈന സൗഹൃദ രാജ്യമാണ്. ചൈനയുടെ നിക്ഷേപങ്ങൾ വൻതോതിൽ നടത്താൻ ഇരിക്കുന്ന ഒരു പ്രദേശമാണ് പാകിസ്ഥാൻ എന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ നിക്ഷേപങ്ങൾ നടത്തിയ ഇടം കൂടിയാണ് പാകിസ്ഥാൻ എന്നതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ അനുകൂല നിലപാടുകൾ സ്വാഭാവികമായും ചൈന സ്വീകരിക്കുന്നതിൽ വലിയ തെറ്റ് പറയാനാകില്ല എന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിലും ഇത്രയും നീചമായ ഒരു പ്രവൃത്തിയുടെ കാര്യത്തിൽ അതേ രീതിയിലുള്ള ഒരു പിന്തുണ നൽകുന്ന ആ പ്രശ്നത്തെയാണ് അതിശക്തമായി ഭാരതവും അതുപോലെ തന്നെ ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ എതിർപ്പ് ഉയരുന്നത്. അതായത് ജീവനെടുത്ത ഒരു സംഭവം, മനുഷ്യജീവനെ തൊട്ടുള്ള അക്രമം നടത്തിയതിന് പിന്തുണ നൽകിയ ഒരു പശ്ചാത്തലമൊരുക്കിയത് തീർച്ചയായും മാനുഷിക വിരുദ്ധമായ ഒരു നീക്കമാണ്. ആ നീക്കത്തിനെതിരെ പോലും ചൈന പാകിസ്ഥാൻ അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നിടത്താണ് വലിയ ചോദ്യചിഹ്നങ്ങൾ ഉയരുന്നത്. നേരത്തെ നമുക്കറിയാവുന്നത് പോലുള്ള ഡിപ്ലോമാറ്റിക് തന്ത്രങ്ങളുടെ ഭാഗമായി പല ഇടപെടലുകളും ചൈന നടത്തുമ്പോൾ അത് പാകിസ്ഥാൻ അനുകൂലമാകുന്നുണ്ട്. അതിൽ എതിർപ്പുകളുണ്ട്, ഭാരതത്തിനെ കൃത്യമായ എതിർപ്പുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അത് കേവലം ഒരു ഡിപ്ലോമാറ്റിക് വിഷയം അല്ലെങ്കിൽ ഒരു നയതന്ത്ര വിഷയം എന്നത് നിലയിൽ നിൽക്കുന്ന ഒരു വിഷയമാണ് എങ്കിൽ കൂടി
നിലവിലെ സാഹചര്യങ്ങളിൽ അതീവ ഗൗരവമേറിയ ഒരു വിഷയത്തിൽ ചൈന പാകിസ്ഥാൻ അനുകൂല നിലപാട് സ്വീകരിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന നിലപാടാണ്. മാത്രമല്ല പ്രധാനമായും എടുത്തു പറയേണ്ടത് ചൈനയും ഭാരതവും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കങ്ങൾക്ക് ചൈന തയ്യാറാകുകയും അതേസമയം പാകിസ്ഥാനുമായുള്ള പ്രശ്നങ്ങൾ സങ്കീർണമായി നിലനിർത്താൻ ചൈന അതിന് പിന്തുണ നൽകുകയും അല്ലെങ്കിൽ പാകിസ്ഥാന് പിന്തുണ നൽകുകയും ചെയ്യുന്ന ഒരു ഇരട്ടത്താപ്പിന്റെ നയമാണ് ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതാണ് ഗൗരവമേറിയ ഒരു വിഷയമായി പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നത്. വീണ. ഓക്കെ, ശരി ഐസൺ. പെഹൽഗാം വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേറ്റ്സിലേക്ക് വരാം. നമുക്ക് മറ്റ് വാർത്തകൾ കൂടി നോക്കാം. പുത്തൻ പുലരിയിൽ തിരുവനന്തപുരം ചെമ്പഴന്തി അണിയൂർ ദുർഗാദേവി ക്ഷേത്രത്തിലെ കൊടിയേറ്റ് മഹോത്സവത്തോടനുബന്ധിച്ച് നവീകരിച്ച ശ്രീകോവിലിന്റെയും കൊടിമരത്തിന്റെയും ഉദ്ഘാടനം നടന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ 11ാമത് ചട്ടമ്പിസ്വാമി ശ്രീനാരായണ ഗുരു സംഗമ സ്മൃതി പുരസ്കാരം ജനം TV MD ചെങ്കൽ രാജശേഖരൻ നായർക്ക് സമ്മാനിച്ചു. തിരുവനന്തപുരം ചെമ്പഴന്തിയിലെ ചരിത്രപ്രസിദ്ധമായ അണിയൂർ ശ്രീ ദുർഗാഭഗവതി ക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ് മഹോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള 6ാം ദിനത്തിലാണ് നവീകരിച്ച ശ്രീകോവിലിന്റെയും കൊടിമരത്തിന്റെയും സമർപ്പണവും ആധ്യാത്മിക സമ്മേളനവും നടന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ 11ാമത് ചട്ടമ്പിസ്വാമി ശ്രീനാരായണ ഗുരു പ്രഥമ സംഗമസ്മൃതി പുരസ്കാരം സമ്മാനിച്ചു. ഉദയസമുദ്ര ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ചെയർമാനും ജനം TV MDയുമായ ചെങ്കൽ രാജശേഖരൻ നായർ എരുമേലി ആത്മബോധിനിയാശ്രമം മഠാധിപതി സ്വാമി സത്സ്വരൂപാനന്ദയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. ജീർണാവസ്ഥയിൽ ഉപേക്ഷിക്കപ്പെട്ട ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണത്തിന് നേതൃത്വം നൽകിയതിനാണ് പുരസ്കാരം. പ്രഥമ സംഗമ സ്മൃതി പുരസ്കാരം ശ്രീ ചെങ്കൽ രാജശേഖരൻ നായർക്ക് ഈ രീതിയിൽ വെച്ച് നൽകുന്നു. പുരസ്കാര ലബ്ധിയിൽ രാജശേഖരൻ നായർ സന്തോഷം രേഖപ്പെടുത്തി. ക്ഷേത്ര പുനരുദ്ധാരണം നിർവഹിക്കാൻ കഴിഞ്ഞത് നിയോഗമായി കരുതുന്നുവെന്ന് പറഞ്ഞ രാജശേഖരൻ നായർ ഹൈന്ദവ സമൂഹം വെല്ലുവിളികളിലൂടെയാണ് കടന്നുപോകുന്നത് എന്നും ജാതിഭേദം മറന്ന് ഒന്നിക്കേണ്ട സമയം അതിക്രമിച്ചുവെന്നും പറഞ്ഞു. എന്റെ അമ്മ വിളിച്ചു പറഞ്ഞു, ശംഖുമോഹൻ ദേവി ക്ഷേത്രം ശോചനീയമാണ്, ഇത് ഇങ്ങനെ ആയിരുന്നില്ല. സത്യത്തിൽ തിരുവനന്തപുരത്തിന്റെ വേസ്റ്റൊക്കെ കൊണ്ടുവരുന്ന സ്ഥലമായിരുന്നു, 6 ഏക്കർ സ്ഥലം. ആ ശംഖുമോഹത്തിന്റെ പേര് പോലും മാറ്റാൻ വേണ്ടിയിട്ട് അവിടുത്തെ ആൾക്കാർ ശ്രമിക്കുന്നു. ഇപ്പോഴും ചില ആൾക്കാർ എഴുത്തൂത്ത് നടത്തുന്ന വേറെ പേരിലാണ്. ഞങ്ങളുടെ വിശ്വാസത്തെ ഇല്ലാതാക്കുക, ഹിന്ദുക്കളെ ഇല്ലാതാക്കുക, ഇത് ബ്രിട്ടീഷുകാരും മുഗളരും തുടങ്ങിയതാണെങ്കിലും ഇന്ന് ഈ രാഷ്ട്രീയക്കാരും ജാതി പറഞ്ഞ് നമ്മളെ ഭിന്നിപ്പിച്ച് ഇന്ന് കാശ്മീരിൽ കൊല്ലുമ്പോൾ നീ ഇന്ത്യനാണെന്നോ കേട്ടിട്ടല്ല അവർ വെടിവെച്ച് കൊന്നത്, ഹിന്ദു ആയതുകൊണ്ട് മാത്രമാണ്. നമ്മൾ മാത്രമാണ് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു. ഇതേപോലെ ആയിരുന്നു മതസൗഹാർദ്ദത്തിന്റെ ഇന്നൊരു പേരാണ് പാളയം എന്ന് പറഞ്ഞു. അവിടെ ഒരു ഗണപതി ക്ഷേത്രം എന്ന് പറഞ്ഞത് ഇല്ല, ഉണ്ടായിരുന്ന ഒരു ചെറിയ ഓടിട്ട ഒരു ചെറിയ, അതൊരു പ്രയാസമാണ്. ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് R ശ്രീകണ്ഠൻ നായരുടെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ എരുമേലി ആത്മബോധിനിയാശ്രമം മഠാധിപതി സ്വാമി സത്സ്വരൂപാനന്ദ ആത്മീയ പ്രഭാഷണം നടത്തി. ഏപ്രിൽ 22-ന് ആരംഭിച്ച തൃക്കൊടിയേറ്റ് മഹോത്സവം 29-ാം തീയതി സമാപിക്കും. കേരളത്തിലെ നവോത്ഥാന നായകരായ ചട്ടമ്പിസ്വാമിയുടെയും ശ്രീനാരായണ ഗുരുദേവന്റെയും പ്രഥമ സംഗമം കൊണ്ട് ശ്രദ്ധേയമായ ക്ഷേത്രമാണ് അണിയൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രം. ജനം, തിരുവനന്തപുരം. JNU തിരഞ്ഞെടുപ്പിൽ ചരിത്രം കുറിച്ച് ABVP. ജോയിന്റ് സെക്രട്ടറി സീറ്റിൽ ABVPയുടെ വൈഭവ് മീണയ്ക്ക് വിജയം. ആകെയുള്ള 42 കൗൺസിലർ സീറ്റുകളിൽ 24 സീറ്റിലും ABVP വിജയിച്ചു. ഇടത് കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തിയാണ് ABVPയുടെ വിജയം. ഗൗതം അനന്തനാരായണൻ ചേരുന്ന വിവരങ്ങളുമായി. ഗൗതം, ABVPയുടെ മിന്നും വിജയം, വിവരങ്ങൾ എന്തൊക്കെയാണ്? വീണ, JNU എന്നത് പൊതുവെ നമുക്കറിയാം ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ ഒരു ശക്തി കേന്ദ്രമാണ്. എന്നാൽ ഈ ഇടത് കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ടുള്ള വലിയ പടയോട്ടമാണ് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് ഇപ്പോൾ JNU ക്യാമ്പസിൽ നടത്തിയിരിക്കുന്നത്. സെൻട്രൽ പാനൽ സീറ്റുകളിൽ ജോയിന്റ് സെക്രട്ടറി സീറ്റിലേക്ക് BJPയുടെ വൈഭവ് മീണ വിജയിച്ചിരിക്കുന്നു. ഈ വിദ്യാർത്ഥി രാജസ്ഥാനിൽ നിന്നുള്ള ഒരു വനവാസി കുടുംബത്തിൽ നിന്നുള്ള പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥിയാണ് വൈഭവ് വീണ. ഇദ്ദേഹമാണ് ഇപ്പോൾ ജോയിന്റ് സെക്രട്ടറി സീറ്റിലേക്ക് വിജയിച്ചിരിക്കുന്നത്. 2015-ൽ സൗരവ് ശർമ്മയാണ് ഏറ്റവും അവസാനമായി ഈ സെൻട്രൽ പാനലിൽ ABVPയുടെ ഒരു
സ്ഥാനാർത്ഥി വിജയിക്കുന്നത്. അതിന് മുൻപ് 2001 വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ്, ഏതാണ്ട് 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ABVP സെൻട്രൽ പാനലിലെ ഒരു പ്രധാനപ്പെട്ട സീറ്റിലേക്ക് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നു. മാത്രമല്ല, ഈ കൗൺസിലർ സീറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ 42 കൗൺസിലർ സീറ്റുകളിൽ 24 ABVP വിജയിച്ചിരിക്കുകയാണ്. അതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഘടകം എന്നത്. കാരണം ഭൂരിപക്ഷം കൗൺസിലർ സീറ്റുകൾ ABVP ഒറ്റയ്ക്ക് നിന്ന് വിജയിച്ചിരിക്കുന്നു. 42-ൽ 24 വിജയിച്ചിരിക്കുന്നു. ഇതിൽ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിൽ നേടിയിട്ടുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഘടകം. സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിൽ 5 കൗൺസിലർ സീറ്റുകളിൽ 2 ABVP വിജയിച്ചിരിക്കുകയാണ്. 25 വർഷങ്ങൾക്ക് ശേഷമാണ് സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിൽ ABVP വിജയിക്കുന്നത്. കാരണം ഇത് പരമ്പരാഗതമായി ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ ഒരു ശക്തി കേന്ദ്രമാണ്. ഐസയ്ക്കും SFIക്കും AISFനും ഒക്കെയാണ് ഇവിടെ പരമ്പരാഗതമായി സ്വാധീനമുള്ളത്. ABVPക്ക് അവിടെയൊക്കെ കടന്നു ചെല്ലാൻ പോലും കഴിയാത്ത ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ്. അവിടെ 2 സീറ്റുകളിൽ 25 വർഷങ്ങൾക്ക് ശേഷം ABVP വെന്നിക്കൊടി പാറിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു ഇടത് കോട്ടയായ സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ സ്റ്റഡീസിൽ 2 സീറ്റുകളിൽ ABVP കൗൺസിലർ സീറ്റുകളിൽ വിജയിച്ചിരിക്കുകയാണ്. സ്കൂൾ ഓഫ് സംസ്കൃതിൽ ആകെയുള്ള 3-ൽ 3-ഉം സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിൽ ആകെയുള്ള 4-ൽ 4 കൗൺസിലർ സീറ്റുകളും ABVP വിജയിച്ചിരിക്കുന്നു. അങ്ങനെ ഭൂരിപക്ഷം കൗൺസിലർ സീറ്റുകൾ പിടിച്ചെടുത്തുകൊണ്ട് JNUവിൽ ഒരു കാവി പടയോട്ടം അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് നടത്തുകയാണ്. അതോടൊപ്പമാണ് ഈ സെൻട്രൽ പാനലിലെ 4-ൽ 3 സീറ്റുകൾ 4-ൽ ജോയിന്റ് സെക്രട്ടറി സീറ്റും ABVPയുടെ വൈഭവ് മീണ വിജയിച്ചിരിക്കുന്നത്. എന്തായാലും JNU പൂർണ്ണമായും മാറുന്നു, അത് ചുവപ്പ് മാറി കാവിയാകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് ഇപ്പോൾ ഈ പുറത്തു വന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം. ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. രാത്രിയിൽ ക്യാമ്പസിൽ ആഘോഷ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നിനിയും കുറച്ചു കഴിഞ്ഞ് ഏതാണ്ട് ഒരു 10 മണിക്ക് ശേഷം ഒരുപക്ഷെ വിദ്യാർത്ഥികൾ പ്രകടനങ്ങളും മറ്റും നടത്തി വീണ്ടും രംഗത്തേക്ക് എത്തും. എന്തായാലും ABVPയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു മുന്നേറ്റമാണ്. കാരണം ഡൽഹിയിലും അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെയും മറ്റ് പ്രധാനപ്പെട്ട എല്ലാ ക്യാമ്പസുകളും ABVPയുടെ ശക്തി കേന്ദ്രങ്ങളാണ്. DU നമുക്കറിയാം, അതോടൊപ്പം തന്നെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആണെങ്കിലും അവിടെ ABVPക്ക് പരമ്പരാഗതമായി വലിയ സ്വാധീനമുണ്ട്. പക്ഷേ ഈ JNU വർഷങ്ങളായി തന്നെ ഇടതുപക്ഷത്തിൻ്റെ ഒരു കേന്ദ്രമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ അതിൻ്റെ മാറ്റമുണ്ടായിരുന്നു. പക്ഷേ ABVPയെ തോൽപ്പിക്കാൻ വേണ്ടി ഈ ഇടത് സംഘടനകൾ പരസ്പര ധാരണയിലാണ് മത്സരിച്ചിരുന്നത്. എന്നാൽ ഈ തവണ ആ പരസ്പര ധാരണയൊക്കെ ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിനെ കടത്തി വെട്ടിക്കൊണ്ടുള്ള ഒരു വലിയ മുന്നേറ്റം വിദ്യാർത്ഥി പരിഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നതാണ് ശ്രദ്ധേയം. ഒപ്പം നോക്കിക്കാണേണ്ട മറ്റൊരു ഘടകം SFIക്ക് ഏറ്റ കനത്ത തിരിച്ചടിയാണ്. SFIക്ക് ഈ സെൻട്രൽ പാനലിൽ ഒരു സീറ്റിൽ പോലും SFI വിജയിച്ചിട്ടില്ല എന്നതുകൂടി നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. മറ്റ് ഇടത് സംഘടനകൾ വിജയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും SFIക്ക് 4 സെൻട്രൽ സീറ്റുകളിൽ ഒരിടത്ത് പോലും വിജയിക്കാൻ സാധിച്ചിട്ടില്ല. കൗൺസിലർ സീറ്റുകളിലും കാര്യമായൊരു മുന്നേറ്റം SFIക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല. വീണ. ഓക്കെ, ശരി ഗൗതം. കൊല്ലം മൈനാഗപ്പള്ളി മണ്ണൂർക്കാവിൽ ശ്രീസുക്ത പൂർവക മഹാലക്ഷ്മി യാഗത്തിന് തുടക്കമായി. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം തന്ത്രി ഡോക്ടർ രാമചന്ദ്രൻ അടികയാണ് യാഗത്തിന്റെ മുഖ്യ പുരോഹിതൻ. കൃഷ്ണായനം സനാതനധർമ്മ പ്രചരണ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന യാഗത്തിൽ നിരവധി ഭക്തരാണ് പങ്കുചേരുന്നത്. ഭക്തരുടെ സർവസിദ്ധിക്കും ഐശ്വര്യത്തിനും കാര്യപ്രാപ്തിക്കുമായാണ് ശ്രീസൂക്ത പൂർവക മഹാലക്ഷ്മി യാഗം നടത്തുന്നത്. മണ്ണൂർക്കാവ് ശ്രീ വനദുർഗ ക്ഷേത്രത്തിനും ചാലായിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിനും മധ്യേയാണ് യാഗശാല. മഹാലക്ഷ്മി യാഗത്തിലെ മുഖ്യ പുരോഹിതനായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം തന്ത്രി ഡോക്ടർ രാമചന്ദ്രൻ അടികയെ സംഘാടകർ യാഗശാലയിലേക്ക് ആനയിച്ചു. ശ്രീസൂക്ത പൂർവക മഹാലക്ഷ്മി യാഗത്തിന്റെ ഭാഗമായതിനെ കുറിച്ച് ഡോക്ടർ രാമചന്ദ്രൻ അടിക പറഞ്ഞു. ലക്ഷ്മീം ക്ഷീരസമുദ്രരാജതനയാം ശ്രീരംഗധാമേശ്വരിയും എന്നിട്ട് സമുദ്രമന്ഥനത്തിൽ ആവിർഭവിച്ച വിശിഷ്ടമായിട്ടുള്ളവർ ഭാവ ലക്ഷ്മി ഭാവമാണ്. ലക്ഷ്മി എന്നാൽ സംസ്കൃതത്തിൽ മോക്ഷ മുക്തി എന്നിട്ടുള്ള അർത്ഥമുണ്ട്. എന്നാൽ ത്രിഗുണാസാ മഹാലക്ഷ്മി സാക്ഷാൻ മഹിഷമർദിനി എന്നിട്ട് ചണ്ഡിക പാരായണത്തിൽ വരുന്ന വാക്കിൻ്റെ പോലെ 3 ഭാവത്തിലെ ആദി മഹാലക്ഷ്മി എന്നാൽ എല്ലാ അസുരരിക്ക് മുക്തി കൊടുത്തവർ ഭാവ മഹാലക്ഷ്മിയാണ്. യാഗത്തിൽ യജമാനത്വം സ്വീകരിച്ചവരെ തുളസിമാലയും പൊന്നാടയും അണിയിച്ച് പീഠം നൽകിയാണ് ചടങ്ങുകൾക്ക് ആരംഭം കുറിച്ചത്. മംഗളം ഭഗവാൻ വിഷ്ണുർ മംഗളം മധുസൂദനഃ
मङ्गलं पुण्डरीकाक्षो मङ्गलरूपाभ्यां या देवी सर्वमङ्गलान् तयो संस्मरणात् पुंसां सर्वतो जयदेवान् विद्याबलं दैवबलं तदेव लक्ष्मीपते तेङ्ग्रियुगं स्मरामि भ्यां नमः श्री अरुन्धती वसिष्ठाभ्यां नमः ॐ दुर्गायै नमः ॐ देवताभ्यो नमः ॐ सर्वेभ्यो ब्राह्मणेभ्यो नमः കൊല്ലത്ത് ആദ്യമായാണ് ഇത്തരത്തിലൊരു യാഗം നടക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. കൊല്ലം ജില്ലയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു യാഗം നടക്കുന്നത്. അതുമാത്രമല്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കുള്ള ഒരു പരിഹാരമായിട്ടാണ് ഈ യാഗം നടത്തുന്നത്. എല്ലാവരും ഈ യാഗത്തിൽ പങ്കെടുക്കുക, ജീവിത വിജയം നേടുക. യാഗ സംസ്കാരം തിരിച്ചു പിടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു ശ്രീസൂക്ത പൂർവക മഹാലക്ഷ്മി യാഗം, അതായത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരു കാലത്ത് ഭാരതം എന്ന് പറയുന്നത് സമ്പന്നതയുടെ മടിത്തട്ടിൽ നിന്നൊരു രാജ്യമായിരുന്നു. അപ്പോൾ അവിടെ നിന്നും ഇന്ന് ഈ പറയുന്ന സമ്പത്തിൻ്റെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, വിശക്കുന്ന വയറിന് അന്നമാണ് ആദ്യം വേണ്ടുന്നതെന്ന്, പിന്നീടാണ് അറിവ് കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ ഈ അന്നം ഉണ്ടാവാൻ കാരണമാകുന്ന സമ്പത്തിനെ, ആ ലക്ഷ്മി ദേവിയെ എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു യാഗം നടത്തിയിരിക്കുന്നത്. ഈ യാഗത്തിൽ എല്ലാവരും പങ്കെടുത്ത് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നേടിയെടുക്കുവാൻ എല്ലാവരും ശ്രമിക്കണം എന്ന് മാത്രമാണ് ഞാൻ ഈ അവസരത്തിൽ പറയാനുള്ളത്. ഏപ്രിൽ 30 വരെ നടക്കുന്ന യാഗത്തിൽ ശ്രീസൂക്ത ഹോമം, അഷ്ടാവധാന പൂർവകരാജോപചാര പൂജ, ചക്രാബ്ജ മഹാവിഷ്ണു പൂജ, ലക്ഷ്മി നാരായണ പൂജ, രുദ്രപൂജ എന്നിവയാണ് നടക്കുന്നത്. മഹാലക്ഷ്മി യാഗ സമാപനം ലോകത്തിലെ സർവ്വ അഭിവൃദ്ധിക്കും ഉത്തമമായ അക്ഷയ തൃതീയയിലാണ് നടക്കുന്നത്. ജനം, കൊല്ലം. ഭാരതവും പാകിസ്ഥാനും തമ്മിൽ നയതന്ത്ര യുദ്ധം മുറുകുമ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ ശ്രദ്ധ നേടുന്നു. സൗമ്യഭാവത്തിൽ ഭാരതം ശാന്ത സ്വഭാവമാണെന്നും എന്നാൽ രൗദ്രഭാവത്തിൽ വിശ്വരൂപം പ്രകടിപ്പിക്കും എന്നുമാണ് വീഡിയോയിൽ പറയുന്നത്. കൊൽക്കത്ത അദ്വൈതാശ്രമത്തിലെ സ്വാമി ശുദ്ധിനാനന്ദയുടെ പ്രഭാഷണ വീഡിയോയാണ് വലിയ തോതിൽ പ്രചരിക്കുന്നത്. അധർമ്മത്തിനെതിരായ യുദ്ധത്തിൽ അതിനെതിരെ പോരാടുക തന്നെ വേണമെന്ന ഓർമ്മിപ്പിക്കുന്നതാണ് സ്വാമി ശുദ്ധിദാനന്ദയുടെ വാക്കുകൾ. രാജ്യം അപകടത്തിലാകുമ്പോൾ അഹിംസയെക്കുറിച്ച് സംസാരിക്കുന്നത് ഉചിതമല്ല. അഹിംസ നിരുപാധികം പാലിക്കേണ്ട ഒന്നാണെന്ന് ഭാരതീയരെ പറഞ്ഞു പഠിപ്പിച്ചതാണ്. എന്നാൽ സാഹചര്യങ്ങൾ അനുസരിച്ച് മാത്രമേ അഹിംസ പ്രയോഗത്തിൽ വരുത്താനാകൂവെന്ന് സ്വാമി ശുദ്ധിദാനന്ദ പറയുന്നു. It's a war against adharma. Adharma has to be fought. Remember this point. Let us not talk about ahimsa here. Somebody came in the last century and he made unconditional practice of ahimsa a compulsory thing which has literally weakened this country. What we want is strength, capacity to resist evil. Whenever there is adharma, we should learn to resist it. മഹിഷാസുര മർദ്ദിനി സ്തോത്രം ഉരുവിട്ടുകൊണ്ടാണ് ഭാരതത്തിന്റെ യഥാർത്ഥ ശക്തിയെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. സൗമ്യഭാവത്തിൽ സ്നേഹസ്വരൂപിണിയായ ഭാരതം അതിന്റെ രൗദ്രഭാവത്തിൽ ശത്രു നിഗ്രഹത്തിന് മടിച്ചിട്ടില്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ജയ ജയ ഹേ മഹിഷാസുര മർദ്ദിനി രമ്യ കപർദിനി ശൈലസുതേ. She is Ramya Kapardini. Ramya Kapardini means she is beautiful with locked hands. But if she is beautiful, if she is soft, she also has got her terrifying side. She is merciless. She is infinitely strong. She can vanquish the enemies. ശത്രുക്കളെ പ്രതിരോധിക്കാൻ ഭാരതത്തിന് വേണ്ടത് ഒത്തൊരുമയാണെന്ന സ്വാമി ശുദ്ധിദാനന്ദയുടെ വാക്കുകൾ പഹൽഗാം വിഷയത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും സർക്കാരിനെ ആക്രമിക്കുന്നവർക്കുള്ള മറുപടിയായിട്ടാണ് പലരും പങ്കുവെക്കുന്നത്. So if we have to defeat any enemy, one big lesson that we have to learn is we have to become unified. Amazing. Swami Vivekananda was a great Shakti Pujak. 125 years back, he had spoken about this. So first thing, to protect your country, to protect your Rashtra. കഴിഞ്ഞ ഒക്ടോബറിൽ ഡൽഹിയിൽ മഹാ അഷ്ടമി പൂജയ്ക്കിടെ നടത്തിയ പ്രഭാഷണത്തിന്റെ വീഡിയോകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ജനം. കേരളത്തിൽ ഇപ്പോൾ സജീവമായി നിൽക്കുന്നത് ഈ ഹൈബ്രിഡ് കഞ്ചാവ് കടത്താണല്ലോ. അതും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇങ്ങനെ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഹൈബ്രിഡ് കഞ്ചാവ് കടത്തുകൾക്ക് പിന്നിൽ രാജ്യാന്തര സംഘങ്ങളാണ്. കോടികൾ മറിയുന്ന ഇടപാടിൽ സിനിമാ മേഖലയിലുള്ളവരടക്കം കണ്ണികളുമാണ്. മലേഷ്യ, തായ്ലൻഡ് എന്നിവിടങ്ങളിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവുകൾ കൂടുതലെത്തുന്നത്. യുവസംവിധായകർ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ കേസിൽ എക്സൈസിന് കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് എക്സൈസ് കടന്നിട്ടുണ്ട്. സംവിധായകൻ സമീർ താഹിറിന് ഉടൻ സമൻസ് നൽകും എന്നും അറിയുന്നു. സുധീഷ് ഗോപാലാണ് നമുക്ക്
വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. സുധീഷ്, അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സമീർ താഹിറിനടക്കം സമൻസ് അയക്കുമെന്ന് അറിയുന്നു. ഒപ്പം ഇന്ന് ചോദ്യം ചെയ്യലുകൾ ആരെയൊക്കെ കേന്ദ്രീകരിച്ചായിരിക്കും, എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എക്സൈസ്? വീണ, ഇന്നലെ പുലർച്ചെയാണ് ഇത്തരത്തിൽ എറണാകുളം ഗോശ്രീ പാലത്തിന് സമീപത്തെ ഫ്ളാറ്റിൽ നിന്ന്, ഈ ഫ്ളാറ്റ് ഛായാഗ്രഹകനും സംവിധായകനുമായ സമീർ താഹിറിൻ്റെ ആയിരുന്നു. അവിടെ നിന്നാണ് ഖാലിദ് റഹ്മാനെയും അതോടൊപ്പം തന്നെ അഷ്റഫ് ഹംസയെയും കഞ്ചാവുമായി പിടികൂടിയത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ എക്സൈസ് തിരയുന്നത് ഇവർക്ക് ആരാണ് കഞ്ചാവ് എത്തിച്ച് നൽകിയതെന്നതാണ്. അവരെ കണ്ടെത്തി അതിൻ്റെ തുടർച്ചയായി ഇവരെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇവരിവിടെ എത്താനും ഇത്തരത്തിൽ കഞ്ചാവിൻ്റെ കൈമാറ്റം അവിടെ നടക്കുന്നു എന്ന് എക്സൈസിന് രഹസ്യ വിവരം കിട്ടിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ആദ്യപടിയായി തന്നെ സമീർ താഹിറിനെ ചോദ്യം ചെയ്യാനുമാണ് എക്സൈസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ ഇവരെ പിടികൂടി അളവ് കുറവായതുകൊണ്ട് തന്നെ 1.7 ഗ്രാം കഞ്ചാവ് മാത്രമാണ് പിടികൂടിയെന്നാണ് എക്സൈസിൻ്റെ FIR-ഉള്ളപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലൊന്നും തന്നെ നടന്നിരുന്നില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇവരെയൊക്കെ വീണ്ടും ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുന്നത്. അതിനുവേണ്ടി അതിൻ്റെ ആദ്യ പടിയായി സമീർ താഹിറിനെ സമൻസ് അയക്കാനും അതോടൊപ്പം ആരാണോ ഇവർക്ക് കഞ്ചാവ് എത്തിച്ച് നൽകിയതെന്ന് കണ്ടെത്താനുമുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ എക്സൈസിൻ്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് വലിയ തോതിലുള്ള ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ വരവ്. അത് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് തന്നെ ഏതാണ്ട് 10 കോടിയിലധികം രൂപയുടെ കഞ്ചാവാണ് സമീപകാലത്ത് തന്നെ, ഹൈബ്രിഡ് കഞ്ചാവാണ് സമീപകാലത്ത് തന്നെ പിടിച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇത് ഏറ്റവും പ്രധാനമായും തായ്ലൻഡിൽ നിന്നും മലേഷ്യയിൽ നിന്നും മറ്റുമാണ് എത്തുന്നത്. ഇവിടെ ഒഡീഷയിൽ നിന്നും മറ്റും വരുന്ന കഞ്ചാവിന് 1 കിലോയ്ക്ക് 25,000 രൂപ വിലയുള്ളപ്പോൾ ഇത്തരത്തിലുള്ള ഹൈബ്രിഡ് കഞ്ചാവിന് 1 കിലോയ്ക്ക് 15 ലക്ഷം രൂപയാണ് വില. അതിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവറുകളിൽ ഇത് തയ്യാറാക്കാൻ പറ്റും. പ്രത്യേക രീതിയിൽ പരിപാലിച്ചാണ് ഇത് തയ്യാറാക്കുന്നത്. ഇപ്പോൾ MDMA പോലുള്ള ലഹരി, രാസലഹരികൾക്ക് വലിയ രീതിയിൽ അതൊക്കെ പിടിക്കപ്പെട്ടാൽ ചെറിയ 1 ഗ്രാമിൽ കൂടിയാൽ പോലും വലിയ ശിക്ഷ ലഭിക്കുന്ന രീതിയിൽ, ഇല്ലെങ്കിൽ റിമാൻഡിൽ പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഹൈബ്രിഡ് കഞ്ചാവിലേക്ക് സിനിമാ മേഖല അടക്കം മാറുന്നു എന്ന ഒരു സൂചനയുമാണ് വരുന്നത്. അത് പിടികൂടിയാൽ 1 കിലോ ഹൈബ്രിഡ് ആയാലും സാധാരണ കഞ്ചാവായാലും ഇതിന് പ്രത്യേക നിയമമില്ലാത്തത് കൊണ്ട് തന്നെ 1 കിലോ വരെ പിടികൂടിയാൽ അതിന് സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന തരത്തിലാണ് നിയമം നിലനിൽക്കുന്നത്. ഇതുകൂടി ലക്ഷ്യം വെച്ചും അതിൻ്റെ ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ വലിയ രീതിയിലുള്ള ഒരു ലഹരി നൽകും എന്നതും ആണ് ഇതിന് കൂടുതൽ പേരെ പ്രിയങ്കരാക്കുന്നത്. അത് സിനിമാ മേഖലയിൽ വല്ലാതെ പിടിമുറുക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ആലപ്പുഴ തന്നെ തസ്ലീമയും ഭർത്താവ് സുൽത്താനും കൊണ്ടുവന്നത് ഹൈബ്രിഡ് കഞ്ചാവ് ഏറ്റവും പ്രധാനമായും ലക്ഷ്യം വെച്ചിരുന്നത് സിനിമാ മേഖലയായിരുന്നു. ആ രീതിയിൽ സിനിമാ മേഖലയിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ച് നൽകുന്ന വിവിധ രാജ്യാന്തര സംഘങ്ങളാണ് പ്രവർത്തിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസവും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും പിടിച്ചിരുന്നത്. നെടുമ്പാശ്ശേരി മാത്രമല്ല, കേരളത്തിലെ 3 വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചും ഇത്തരത്തിൽ ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ ഇറക്കുമതി ഉണ്ട് എന്നതാണ് കണ്ടെത്താൻ സാധിക്കുന്നത്. ഇന്ത്യ വഴി ഇല്ലെങ്കിൽ കേരളം വഴി മറ്റ് രാജ്യങ്ങളിലേക്കും ഇത്തരത്തിൽ ഹൈബ്രിഡ് കഞ്ചാവ് കൊണ്ടുപോകുന്നതായും വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി എത്തുന്നവരെ പിടികൂടുന്നതിനുള്ള പ്രത്യേക ഒരു നിരീക്ഷണം എക്സൈസും പോലീസും എല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ സിനിമാ മേഖലയിലെ പ്രധാന കണ്ണികൾ ആരുന്നതിലേക്കും അന്വേഷണം എത്തിച്ചേരാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതിൽ ഏറ്റവും ആദ്യം ഇന്നലെ ഇപ്പോൾ ഖാലിദ് റഹ്മാനും അതോടൊപ്പം തന്നെ അഷ്റഫ് ഹംസയ്ക്കും കഞ്ചാവ് എത്തിച്ച് നൽകിയത് ആരെന്ന് കണ്ടെത്താനുള്ള നീക്കത്തിലേക്കാണ് എക്സൈസ് പോകുന്നത്. ഇത് സംബന്ധിച്ച് പ്രാഥമികമായ വിവരങ്ങൾ ലഭിച്ചു എന്നത് തന്നെയാണ് അവർ നൽകുന്ന സൂചന. എന്തു തന്നെയായാലും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ചോദ്യം ചെയ്യൽ ഇനിയും വേണ്ടി വരും എന്നും എക്സൈസ് വ്യക്തമാക്കുന്നുണ്ട്. വീണ. ഓക്കെ, ശരി സുധീഷ്. അതേസമയം ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാരായ നടൻ ഷൈൻ ടോം ചാക്കോ എക്സൈസ് സംഘത്തിന് മുന്നിൽ ഹാജരായിരിക്കുന്നു. ശ്രീനാഥ് ഭാസിയും കൊച്ചിയിലെ മോഡലായ സൗമ്യയും ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകും. മുൻ ബിഗ് ബോസ് താരമായ ജിൻഡോയെ ചൊവ്വാഴ്ച നാളെയാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. നിഷ ദിലീപ് ചേരുന്ന വിവരങ്ങളുമായി. നിഷ, അല്പസമയം മുമ്പ് ഷൈൻ ടോം ചാക്കോ എക്സൈസിന് മുന്നിൽ ഹാജരായി എന്നാണ് വിവരങ്ങൾ. ചോദ്യം ചെയ്യലിനെ സംബന്ധിച്ചുള്ള മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? വീണ, ഷൈൻ ടോം ചാക്കോ അല്പസമയം മുമ്പാണ് ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിൽ ഹാജരായത്. ഇന്ന് ഈ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട്
പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കി ഷൈൻ ടോം ചാക്കോയെയും ഒപ്പം തന്നെ ശ്രീനാഥ് ഭാസിയെയും എക്സൈസിന്റെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. തസ്ലീമ സുൽത്താനയുമായി ഇവർ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്ന് എക്സൈസിന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഏത് തരത്തിലുള്ള ഇടപാടുകൾ നടത്തിയത് എന്ന് വ്യക്തത വരുത്താനായി, അതായത് തസ്ലീമ സുൽത്താന, ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രധാന പ്രതിയായ തസ്ലീമ സുൽത്താന സെക്സ് റാക്കറ്റിൽ ഉൾപ്പെടെ കണ്ണിയാണ്. അതുകൊണ്ട് തന്നെ ലഹരി ഇടപാടിലാണോ ഇവർ പണമിടപാട് നടത്തിയത്, അത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇടപാടുകൾക്ക് വേണ്ടിയാണോ ഇവരുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയത് എന്നതിൽ കൃത്യത വരുത്തേണ്ടതുണ്ട്. അതാണ് പ്രധാനമായും ഇവരോട് ചോദിച്ചറിയുന്നത്. ഷൈൻ ടോം ചാക്കോയും ഒപ്പം തന്നെ ശ്രീനാഥ് ഭാസിയും ഒപ്പം അന്വേഷണ സംഘത്തിന് ഇടപാട് നടത്തി എന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള കൊച്ചിയിലെ മോഡലായ സൗമ്യ, ഇവരാണ് ഇന്ന് ഹാജരാകുന്നത്. ഇതിൽ ഷൈൻ ടോം ചാക്കോ അല്പസമയം മുമ്പ് എക്സൈസ് ഓഫീസിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും ശ്രീനാഥ് ഭാസിയും ഒപ്പം തന്നെ സൗമ്യയും ഇന്ന് ഹാജരാകുന്നു. അല്പസമയത്തിനകം തന്നെ ശ്രീനാഥ് ഭാസിയും എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഷൈൻ ടോം ചാക്കോ എത്തിയിട്ടുണ്ട്. പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കി എക്സൈസിന്റെ അന്വേഷണ സംഘം ഈ സിനിമാ നടന്മാരെ ചോദ്യം ചെയ്യും. ഏത് രീതിയിലുള്ള ഇടപാടുകൾ തസ്ലീമ സുൽത്താനയുമായി നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും ചോദ്യം ചെയ്യുന്നത്. തസ്ലീമ സുൽത്താന ശ്രീനാഥ് ഭാസിയുമായി ഫോൺ വിളികളും ഒപ്പം തന്നെ ഷൈൻ ടോം ചാക്കോയുമായി വാട്സ്ആപ്പ് ചാറ്റുകളും നടത്തിയതായാണ് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല ഈ പ്രതികളുടെ ഫോണുകൾ തസ്ലീമ സുൽത്താനയുടെയും ഇവരുടെ ഭർത്താവും പ്രധാന പ്രതിയുമായ സുൽത്താൻ അക്ബർ അലിയുടെയും കേസിലെ മറ്റൊരു പ്രതിയായ ഫിറോസിന്റെയും മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഈ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ ലഭിക്കാനുണ്ട്. ഇവരുടെ കോൾ ലിസ്റ്റിലെ വിശദാംശങ്ങളാണ് ഇപ്പോൾ എക്സൈസിന് ലഭിച്ചിട്ടുള്ളത്. ഈ കോൾ ലിസ്റ്റ് പ്രകാരമുള്ള ആളുകളെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. തുടർന്നാണ് ഇവരുമായി പണമിടപാട് നടത്തി എന്ന കാര്യം ഉറപ്പിച്ചതിന് ശേഷം ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാഥ് ഭാസിയെയും ഒപ്പം മോഡലായ സൗമ്യയെയും മറ്റൊരാളായ, അതായത് ബിഗ് ബോസ് കഴിഞ്ഞ സീസണിലെ വിജയിയായ ജിൻഡോയെയും വിളിച്ചു വരുത്താൻ തീരുമാനിച്ചത്. ജിൻഡോ നാളെ ആയിരിക്കും എക്സൈസ് കമ്മീഷൻ ഓഫീസിൽ ഹാജരാകുന്നത്. എന്തായാലും ഇന്ന് ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും സൗമ്യയും എക്സൈസിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകും. ഷൈൻ ടോം ചാക്കോ അല്പസമയം മുമ്പ് ആലപ്പുഴയിൽ എത്തിയിട്ടുണ്ട്. വീണ. ഓക്കെ, ശരി നിഷാദിലെ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഷൈൻ ടോം ചാക്കോ അല്പസമയം മുൻപ് ആലപ്പുഴയിൽ എക്സൈസിന് മുന്നിൽ ഹാജരായിട്ടുണ്ട്. ചോദ്യം ചെയ്യലിനായി തസ്ലീമ സുൽത്താന പ്രതിയായ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലാണ് ചോദ്യം ചെയ്യൽ. കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാനായി ഇന്ന് ശ്രീനാഥ് ഭാസിയും മോഡലായ സൗമ്യയും ഹാജരാകും. സംസ്ഥാനത്തെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകത്തിന് ഇന്ന് 56 വയസ്സ്. 1969 ഏപ്രിലിൽ ഇതേ ദിവസമാണ് RSS സ്വയം സേവകനായ വാടിക്കൽ രാമകൃഷ്ണനെ കൊലപ്പെടുത്തിക്കൊണ്ട് കണ്ണൂരിൽ CPM രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് തുടക്കം കുറിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള CPMകാരായിരുന്നു വാടിക്കൽ രാമകൃഷ്ണനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിപട്ടികയിലുണ്ടായിരുന്നത്. മിഥുൻ പിള്ള ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മിഥുൻ, കറുത്ത ദിവസത്തെക്കുറിച്ച്. വീണ, നമുക്കറിയാം സംസ്ഥാനത്തെ രാഷ്ട്രീയ കൊലപാതകത്തിലെ ആദ്യത്തേതാണ് കണ്ണൂരിലെ വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകം. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ശാഖാ മുഖ്യശിക്ഷകായിരുന്ന വാടിക്കൽ രാമകൃഷ്ണനെ ഏതാണ്ട് 56 വർഷം മുമ്പ് ഇതേ ദിവസമാണ് CPMകാർ പതിയിരുന്ന് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അന്ന് ആ കൊലപാതക കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായിരുന്നു ഇപ്പോൾ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. പിന്നീട് ഭരണ സ്വാധീനവും ഇടതുപക്ഷത്തിന്റെ സ്വാധീനവും ഒക്കെ കൊണ്ട് തന്നെ ആ കേസിൽ നിന്ന് പിണറായി വിജയൻ അടക്കം മോചിതനായെങ്കിൽ പോലും ആ കൊലപാതകം നടത്തിയത് CPM ആണെന്ന സത്യം മറയുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. നമുക്കറിയാം 1959 ആ ഒരു കൊലപാതകത്തിന് ശേഷം അവിടുന്ന് ഇങ്ങോട്ട് ഈ 56 വർഷത്തിനുള്ളിൽ നിരവധി രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് CPM കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തിയിട്ടുള്ളത്. അതിൽ RSS BJP പ്രവർത്തകർ മാത്രമല്ല, ഇതര രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകർ വരെ CPMന്റെ കൊലക്കത്തി രാഷ്ട്രീയത്തിന് ഇരയായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ കണ്ണൂരിൽ ഈ 56 വർഷത്തിനുള്ളിൽ തന്നെ 200-ലേറെ സ്വയംസേവകരാണ് CPMന്റെ കൊലക്കത്തി രാഷ്ട്രീയത്തിന് ഇരയായത്. വർഷങ്ങൾക്കിപ്പുറം ആ ഒരു കൊലപാതകത്തിൽ പ്രതിയായിരുന്ന ആൾ തന്നെയാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് എന്നുള്ളതാണ് ഒരു വിരോധാഭാസം എന്ന് പറയുന്നത്.
നമുക്കറിയാം രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തും ഇത്രയേറെ ആളുകൾ ഒരു രാഷ്ട്രീയ കൊലപാതകത്തിൽ ഇരകളായിട്ടുണ്ടോ എന്നുള്ള കാര്യം വളരെ സംശയമാണ്. ആശയം കൊണ്ട് നേരിടാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ അത് ആയുധത്തിലേക്ക് വഴിമാറുന്ന ഒരു രാഷ്ട്രീയത്തിന് തുടക്കം കുറിച്ചത് കേരളത്തിൽ CPM ആണ് എന്ന ഏറ്റവും വലിയ ദൃഷ്ടാന്തം തന്നെയാണ് വാടിക്കൽ രാമകൃഷ്ണന്റെ ഈ ഒരു കൊലപാതകത്തിലൂടെ പതിറ്റാണ്ടുകൾക്കിപ്പുറവും തെളിയുന്നത്. ഏതായാലും ആ കൊലക്കത്തി രാഷ്ട്രീയത്തിന് കണ്ണൂരിന് അല്പമെങ്കിലും ഒരു സമാധാനം ഉണ്ടായ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അല്ലെങ്കിൽ എപ്പോഴും രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്ന മനുഷ്യരുടെ ഒരു സമാധാനം പോലെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് അല്പം ഒരു ആശ്വാസം ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി വന്നിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. മറ്റൊന്ന്, ഈ രാഷ്ട്രീയ എതിരാളികളെ കൊലപ്പെടുത്തുക മാത്രമല്ല, അവരുടെ ജീവിതോപായം വരെ നശിപ്പിച്ചുകൊണ്ട്, അവരെ ജീവിതോപാധി വരെ നശിപ്പിച്ചുകൊണ്ട്, അവരുടെ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ട്, അത്തരത്തിൽ വളരെ മോശമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് അല്പമെങ്കിലും ഒരു മാറ്റം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നത് എടുത്തു പറയേണ്ടതുണ്ട്. ഏതായാലും വളരെ നിഷ്ഠൂരമായ ഒരു കൊലപാതകം നടന്നിപ്പോൾ 56 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. കേരളത്തിലെ എന്ന് മാത്രമല്ല രാജ്യത്തെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം എന്നുകൂടി വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം അത്രയേറെ നിഷ്ഠൂരമായിട്ടാണ് കൊന്നത്. അന്ന് ആ ഒരു കൊലപാതകത്തെ ആദ്യം CPM അംഗീകരിച്ചിരുന്നില്ലെങ്കിൽ പോലും പിന്നീട് ഈ വാടിക്കൽ രാമകൃഷ്ണനെ കൊന്നത് തങ്ങളാണെന്ന് P. ജയരാജൻ അടക്കം പറയുന്നൊരു സാഹചര്യമുണ്ട്. അത് ഏറ്റുപറയുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം, അതായത് ഈ കൊലപാതകം നടന്ന് വർഷങ്ങൾക്ക് ശേഷം തങ്ങൾ തന്നെയാണ് ഇത് നടത്തിയെന്നൊരു തുറന്നു പറച്ചിലാണ് അവർ അതിലൂടെ നടത്തിയത്. മാത്രമല്ല, അന്ന് ഈ കൊലപാതകം നേരിട്ട് കണ്ട ആളുകൾ പിന്നീട് വന്നിട്ട് പറയുകയുണ്ടായി, കൽമഴുകൊണ്ട് പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ ഈ വാടിക്കൽ രാമകൃഷ്ണനെ വെട്ടിക്കൊലപ്പെടുത്തുന്നത് തങ്ങൾ കണ്ടു എന്നാണ് അവർ പറഞ്ഞത്. അത്രയേറെ ഒരു പ്രത്യക്ഷമായി നടന്നൊരു കൊലപാതകമാണ്. പക്ഷേ എന്തുകൊണ്ടോ CPMന്റെ ഭരണ സ്വാധീനം അടക്കം ഉള്ളതുകൊണ്ടോ ഈ പ്രതിപട്ടികയിൽ നിന്ന് ഉൾപ്പെടെ പിണറായി വിജയൻ അടക്കമുള്ള പ്രതികളെ വെറുതെ വിടുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ആ ഒരു കൊലപാതകത്തിന്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന അന്തരീക്ഷത്തിൽ കൂടി തന്നെയാണ് ഇപ്പോഴും കണ്ണൂർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വീണ. യെസ്, ശരി മിഥുൻ. ബ്ലാസ്റ്റ് ഫംഗസ് രോഗം ബാധിച്ച കോഴിക്കോട് ചെരണ്ടത്തൂർ ചിറയിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തി. 300 ഏക്കറോളം നെൽവയലുകളെയാണ് രോഗം ബാധിച്ചത്. കൃഷി നശിച്ച കർഷകർക്ക് ഇൻഷുറൻസ് തുക ലഭ്യമാക്കാനുള്ള നടപടി ഉടൻ സ്വീകരിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. അനഘ ഹർഷൻ ചേരുന്ന വിവരങ്ങളുമായി. അനഘ, വിദഗ്ധ സംഘം സന്ദർശിച്ചതിന് ശേഷമുള്ള വിലയിരുത്തൽ എന്താണ്? വീണ, ഈ കോഴിക്കോട് ചിരണ്ടത്തൂരിലുള്ള ചിറയിലുള്ള 300 ഏക്കറോളം കൃഷിഭൂമിയിലാണ് ഈ ബ്ലാസ്റ്റ് ഫംഗസ് രോഗം ബാധിച്ചത്. ഈ 2 ആഴ്ച മുമ്പാണ് ഈ നെൽവയലിൽ ഈ രോഗം കണ്ടെത്തിയത്. ആദ്യഘട്ടത്തിൽ കർഷകർ കരുതിയിരുന്നത് ചൂട് മൂലം സംഭവിച്ചതായിരിക്കാം ഈ നെല്ലിന് വാട്ടം സംഭവിച്ചത് എന്നാണ്. പിന്നീട് കൃഷിയുമായി ബന്ധപ്പെട്ട വിദഗ്ധ സംഘം എത്തി പരിശോധിച്ചപ്പോഴാണ് ഈ ബ്ലാസ്റ്റ് ഫംഗസ് രോഗമാണ് ഈ നെൽച്ചെടികൾക്ക് ബാധിച്ചത് എന്ന് കണ്ടെത്തുന്നത്. അതിനെ തുടർന്ന് കർഷകർ വലിയ ആശങ്കയിലായിരുന്നു. കാരണം 300 ഏക്കറോളം വരുന്ന കൃഷിഭൂമിയാണ്. ഈ രോഗം ബാധിച്ചതോടുകൂടി നെല്ലുകളൊക്കെ തന്നെ താഴേക്ക് വീണ് കിടക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. അതായത് ഇനി അത് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട്. അതുകൊണ്ട് തന്നെ കർഷകരൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയിലായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഈ കോഴിക്കോട് പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഈ കൃഷിയിടത്തിൽ എത്തുകയും ഇന്നലെ വിദഗ്ധമായ ഒരു പരിശോധന നടത്തുകയും അവിടെ നിന്ന് നെൽവിത്തുകൾ ശേഖരിച്ച് കൊണ്ടുപോകുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. എന്തായാലും കർഷകരുടെ ആശങ്കയ്ക്ക് ഒരു പരിഹാരം ഉണ്ടായിട്ടുണ്ട്. എന്തായത് കർഷകർക്ക് ഇൻഷുറൻസ് തുകയടക്കം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇന്നലെ എത്തിയ വിദഗ്ധ സംഘം അവർക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ്. പല കർഷകരും ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പണയം വെച്ച് അങ്ങനെയാണ് ഈ കൃഷിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു സാമ്പത്തിക ബാധ്യതയിലേക്ക് കർഷകർ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന്റെ ഒരു ആശങ്ക അവരിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ കർഷകർക്ക് ഇൻഷുറൻസ് തുക ലഭ്യമാക്കാനുള്ള ഒരു നീക്കം ഉണ്ടാകും എന്നൊരു ഉറപ്പാണ് ഇന്നലെ എത്തിയ വിദഗ്ധ സംഘം കർഷകർക്ക് നൽകിയിരിക്കുന്നത്. ആ 300 ഏക്കറോളമുള്ള ആ കൃഷിഭൂമിയിലെ നെല്ല് ഇനി ഉപയോഗിക്കാൻ കഴിയില്ല എന്നതാണ് ഈ വിദഗ്ധ സംഘം പറയുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ നെൽകൃഷി ചെയ്യുന്ന സമയത്ത് ഈ വിത്ത് ഇടുന്നതിന് മുമ്പ് കൃത്യമായി ഈ നെല്ല് ഇത്തരത്തിലുള്ള ഫംഗസ് വരാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ഉപദേശം തേടണം എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി വിദഗ്ധ സംഘം ഇന്നലെ കർഷകരോട് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ അവസരത്തിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തും പണം പലിശയ്ക്ക് വാങ്ങിയും ഒക്കെ നെൽകൃഷി ഇറക്കിയ കർഷകരാണ്. അവർക്ക് ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. വീണ, കലാസൃഷ്ടികളിലുള്ള ലഹരിയിൽ ജീവിതം മനോഹരമാക്കാം. ശരീരവും മനസ്സും ദുഷിപ്പിക്കുന്ന
ലഹരിക്കെണിക്കെതിരെ സന്ദേശം നൽകാൻ വരയുത്സവം സംഘടിപ്പിച്ചിരിക്കുകയാണ് പത്തനംതിട്ടയിലെ ഒരു കൂട്ടം കലാകാരന്മാർ. കണ്ണാടി സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ കലഞ്ഞൂരിൽ സംഘടിപ്പിച്ച നിറക്കാഴ്ചകളുടെ വിശേഷങ്ങളിലേക്ക്. കലയാകാം ലഹരി, വരയാണ് ലഹരി. ഓരോ കലാസൃഷ്ടിയിലും ചൈതന്യമുണ്ട്. ആ ചൈതന്യം കൗമാര യൗവനങ്ങളിലേക്ക് പകരുകയാണ് വരയുത്സവം എന്ന പരിപാടിയിലൂടെ. കണ്ണാടി സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ കലഞ്ഞൂർ പ്ലാസ്ഥാനത്ത് മഠത്തിൽ വെച്ചാണ് വരയുത്സവം സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി MD വാസുദേവൻ നായർക്ക് വരയാന്തരം, കുട്ടികൾക്ക് വരക്കളരി, കഥ, കവിത കൂട്ടായ്മ, കാക്കരിശി നാടകം എന്നിവയും നടന്നു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രകാരന്മാരും സാഹിത്യകാരന്മാരും ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. നേമം പുഷ്പരാജ്, ആർട്ടിസ്റ്റ് മദനൻ, PD ദത്തൻ, അരക്കാമണ്ഡപം വിജയകുമാർ, അങ്ങനെ നിരവധി PK ഗോപി സാറ്, അങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു വേദിയാണിന്ന് ഇത്. ഏതാണ്ട് 40-ൽ പരം ചിത്രകാരന്മാർ തന്നെ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള സാഹിത്യകാരന്മാരുണ്ട്, കവികളുണ്ട്, കലാകാരന്മാരുണ്ട്, ഗാനങ്ങൾ പാടുന്നവരുണ്ട്. അങ്ങനെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ഒരു പ്രവർത്തനമൊന്നുമല്ല. ശരിക്കും ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പയിനായിട്ടാണ് നടക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടി വിവിധ വിഭാഗങ്ങളായി ചിത്രരചന കളരിയും നടന്നു. വ്യത്യസ്തമായ പരിപാടി, വ്യത്യസ്തമായ മുഖങ്ങള്, എല്ലാവരും കലയായിട്ട് ഹൃദയം കൊണ്ട് അടുക്കുന്ന ഇതാണ്. നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ എല്ലാവരും ഒരു തരം വിമുഖതയോടുകൂടി നോക്കുന്ന ഇതാണ്. അത് ഇവിടെ കാണുന്നില്ല. ഈ മഠത്തിൻ്റെ മുറ്റത്ത് ഈ കലാപ്രതിഭകളായിട്ടുള്ള ആൾക്കാർ ജീവിച്ചു പോയ പ്രകൃതിയിൽ അതിമനോഹരമായി ഇത് സംഘടിപ്പിക്കാൻ ഇവർക്ക് കഴിഞ്ഞു എന്നതാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. വിവിധ ജില്ലകളിൽ നിന്നും നിരവധി ചിത്രകാരന്മാർ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനവും ഒരുക്കിയിരുന്നു. ജനം, പത്തനംതിട്ട. അങ്ങനെ ലഹരിയാകാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? അപ്പോൾ എന്തിനാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവിൻ്റെയും മറ്റ് ലഹരികളുടെയും ഒക്കെ പിന്നാലെ പോകുന്നത് എന്നുള്ള സന്ദേശം കൂടിയാണ് ഈ വര ഉത്സവം നൽകുന്നത്. ഓക്കെ, നമുക്ക് സംസ്ഥാനത്ത് ആശങ്കയായി മാറുന്ന കോളറ ബാധയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി പോകേണ്ടത്. 2023-ൽ 26 കോളറ കേസുകൾ സ്ഥിരീകരിച്ചു. 2024-ൽ 35 കേസുകൾ. ഈ കണക്കാണ് ഇപ്പോൾ വരുന്നത്. 10 വർഷത്തിനിടെ 5 തവണ കോളറ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതിനിടെ തിരുവനന്തപുരത്ത് ഒരു മരണവും റിപ്പോർട്ട് ചെയ്ത സാഹചര്യമുണ്ട്. ഇതിൽ കൂടുതൽ പരിശോധനകൾ നടത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. ശാലിനിയാണ് ഈ കണക്കുകളുമായി ചേരുന്നത്. ശാലിനി, അത് ആശങ്കപ്പെടുത്തുന്ന കണക്കുകളാണ്. കോളറ പോലെയുള്ള ഒരു രോഗബാധ വർഷങ്ങൾ ഇങ്ങനെ 30-ലധികം കേസുകളൊക്കെയും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യവും ഒരു മരണവും പോലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്താണ് കണക്ക്? ഈ വർഷം ഇതുവരെയുള്ള കണക്കും ലഭ്യമാണോ? വീണ, ആശങ്കാജനകമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് സംസ്ഥാനത്ത് ഈ ഒരു കാര്യത്തിൽ എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതായത് സംസ്ഥാനത്ത് കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള മരണങ്ങൾ, ഒപ്പം തന്നെ 10 വർഷത്തിനിടെ 5 തവണ കോളറ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം, ഇത് അതീവ ഗുരുതരമായ സാഹചര്യം എന്നാണ് ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഒപ്പം തന്നെ 10 വർഷത്തിനിടെ 5 തവണ ഈ കോളറ വ്യാപനം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇന്നലെ ഒരു മരണം കൂടി സ്ഥിരീകരിച്ചതോടുകൂടിയാണ് സംസ്ഥാനത്ത് ആശങ്ക വർദ്ധിക്കുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട 63-കാരനായ കവടിയാർ സ്വദേശിക്കാണ് കോളറ സ്ഥിരീകരിച്ചിട്ടുള്ളത്. 2017-ലും 2014-ലും സമാനമായ രീതിയിൽ തന്നെ സംസ്ഥാനത്ത് കോളറ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ ആരോഗ്യവകുപ്പ് കാര്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് രോഗവ്യാപനം കുറഞ്ഞു എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ഇക്കാര്യത്തിൽ പറയുകയും ചെയ്തിട്ടുള്ളത്. ഇതിന് പിന്നാലെ 2024-ൽ നെയ്യാറ്റിൻകര സ്വദേശി പനി ബാധിച്ച് മരണപ്പെട്ടിരുന്നു. ഇതിനുശേഷം അദ്ദേഹത്തിന്റെ മരണം കോളറ വ്യാപനം മൂലമാണ് എന്നുള്ള
സംശയങ്ങളും ദുരൂഹതകളും ഒക്കെ ഉയരുകയും ചെയ്യുന്നു. അപ്പോൾ ആ മരണം പക്ഷെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ ആരോഗ്യവകുപ്പിന് സാധിച്ചിരുന്നില്ല. കാരണം മരണത്തിന് മുൻപ് ഈ സാമ്പിളുകൾ ശേഖരിക്കാൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതൊരു സ്ഥിരീകരണത്തിലേക്ക് എത്താതിരുന്നത്. എന്തായാലും ഇന്നലെ തലസ്ഥാന ജില്ലയിലാണ് കോളറ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല ഇവർക്കൊപ്പം ഉണ്ടായിരുന്നവരെ ഒക്കെ തന്നെ നിരീക്ഷണത്തിന്റെ സാഹചര്യത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടാതെ തന്നെ പനി ബാധിച്ച് ഏകദേശം ഒരാഴ്ചയിലധികമായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. പനിബാധ കുറഞ്ഞതിന് ശേഷം പിന്നീട് വീണ്ടും പനി കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ഛർദിലുണ്ടാകുന്ന സാഹചര്യം, വയറിളക്കം അടക്കമുള്ള രോഗലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിനെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും സാഹചര്യങ്ങൾ മാറുകയും മരണം സ്ഥിരീകരിക്കുകയും ചെയ്തത്. സാമ്പിളുകൾ പരിശോധിച്ചാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ആരോഗ്യവകുപ്പ് കോളറ മരണമാണ് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതീവ ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലേക്കും നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഈ മലിനജലത്തിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നും ഒക്കെയാണ് ഈ രോഗം പകരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം ഒഴിവാക്കാനുള്ള ശ്രദ്ധ പൊതുജനങ്ങൾ പാലിക്കണമെന്നുള്ളതാണ് സംസ്ഥാന ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശം. ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം ഇക്കാര്യത്തിൽ നൽകിയിട്ടുണ്ട്. എന്തായാലും ഗുരുതര സാഹചര്യമാണ്. രോഗലക്ഷണങ്ങളുള്ളവർ സ്വയം ചികിത്സ തേടാതെ ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് എത്തണമെന്നുള്ളതാണ് നിലവിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. എന്തായാലും അതീവ ജാഗ്രതയിലാണ് കോളറ മരണത്തിലും കോളറ വ്യാപനത്തിലും സംസ്ഥാനമുള്ളത്. വീണ. ഓക്കെ, ശരി ശാലിനി. ഇതൊരു സംസ്ഥാനമാകെ നേരിടുന്നൊരു പ്രശ്നമാണ് എങ്കിൽ ഇനിയൊരു പ്രദേശത്തേക്ക് നമുക്ക് പോകാം. അവിടെ ജനങ്ങൾ അവരുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ശാശ്വത പരിഹാരം ആവശ്യപ്പെടുകയാണ്. കൊച്ചിയിലാണ് വായുവും വെള്ളവും മലിനപ്പെട്ട എറണാകുളം തൃപ്പൂണിത്തുറയിലെ അയ്യൻകുഴിയിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് പ്രദേശത്തു നിന്നുള്ള ശാശ്വത മോചനമാണ്. BPCLനും HOCLനും ഇടയിൽ കഴിയുന്ന അയ്യൻകുഴി നിവാസികളെ പ്ലാന്റിൽ നിന്നുള്ള വിഷപ്പുകയും രാസമാലിന്യങ്ങളും നിത്യരോഗികളാക്കുകയാണ്. പ്രദേശവാസികളെ പുനരധിവസിപ്പിക്കണമെന്ന ആവശ്യത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് BJPയും രംഗത്തെത്തിയിട്ടുണ്ട്. സുധീഷ് ഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. സുധീഷ്, വലിയ കഷ്ടത്തിലാണ് ആ പ്രദേശത്തെ ജനങ്ങൾ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ശാശ്വതമായൊരു പരിഹാരം അവർക്ക് വേണമല്ലോ. എന്താണ് അവരുടെ ആവശ്യം? പ്രധാനപ്പെട്ട ആവശ്യങ്ങളായി അവർ മുന്നോട്ട് വയ്ക്കുന്നത് എന്തൊക്കെയാണ്? പിന്തുണ നൽകുന്നവർക്ക് ഏത് തരത്തിൽ അവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. വിശദമായ വിവരങ്ങൾ എന്തൊക്കെയാണ്? വീണ, ഇത് തൃപ്പൂണിത്തറ അയ്യൻകുഴി പ്രദേശമാണ്. ഇത് BPCLനും HOCLനും നടുവിലുള്ള 9 ഏക്കറിലായി 42 കുടുംബങ്ങളാണ് കഴിയുന്നത്. ഇവരുടെ ഭൂമി ഏറ്റെടുത്താൽ ഇവരവിടുന്ന് ഒഴിഞ്ഞു പോകാൻ തയ്യാറാണ്. അത്തരത്തിൽ അക്വയർ ചെയ്തുകൊണ്ട് അവരെ പുനരധിവസിപ്പിക്കണമെന്നൊരു ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. എന്നാൽ BPCLും HOCLും പറയുന്നത് അങ്ങനെ ഒരു ഏറ്റെടുക്കലിനുള്ള സാമ്പത്തിക സ്ഥിതി നിലവിൽ സ്ഥാപനങ്ങൾക്കില്ല. അതുമല്ല, അവിടെ സുരക്ഷിതമാണ്, ഇത്തരം മലിനീകരണ പ്രശ്നങ്ങളില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നിരവധി തവണ ജില്ലാ കളക്ടർ അധ്യക്ഷതയിലും എല്ലാം യോഗം ചേരുകയൊക്കെ ചെയ്തതാണ്. എന്നാൽ കഴിഞ്ഞ മാസം 28-ാം തീയതി ഈ ഒരു വെള്ളപ്പൊടി പടരുകയും അത് അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. വീടിൻ്റെ മുറ്റത്തും എല്ലാം തന്നെ വീഴുന്നു, കിണറുകൾ ഇത് ലയിക്കുന്നു. അത്തരമൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇത് BPCLാണ് എന്ന് പറഞ്ഞ് ഈ നാട്ടുകാർ അതിനു മുന്നിൽ സമരം ചെയ്തു. എന്നാൽ BPCLിലെ ഒരു ഉദ്യോഗസ്ഥർ പോലും തിരിഞ്ഞു നോക്കിയില്ല, പഞ്ചായത്തിലെ ഒരു ജനപ്രതിനിധികളും തിരിഞ്ഞു നോക്കിയില്ല. അന്ന് BJP ആണ് ഇവർക്ക് പിന്തുണയുമായി എത്തിയത്. അതിനുശേഷം CAയുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടക്കുകയും ഏറ്റവും പ്രധാനമായി അവരെ നേരിട്ട പ്രശ്നം വല്ലാത്ത ശരീരമാകെ ചൊറിഞ്ഞു തടിക്കുന്ന സാഹചര്യം, അതോടൊപ്പം ശ്വാസം മുട്ടലും അനുഭവപ്പെട്ടിരുന്നു. ഇതിലെല്ലാം കുടിവെള്ളത്തിലാകെ ഈ പൊടി വീണതോടെ അവർക്ക് കുടിക്കാൻ പോലും വെള്ളമില്ലാത്ത ഒരു സാഹചര്യം വന്നു. അപ്പോൾ അടിയന്തരമായി തന്നെ കുടിവെള്ളം എല്ലാ എത്തിക്കാൻ CA ഉറപ്പ് കൊടുത്തു. പിറ്റേന്ന് അത്തരത്തിൽ വെള്ളം എത്തിച്ചു. എന്നാൽ ദിവസം മുതൽ വീണ്ടും കുടിക്കാൻ വെള്ളം പോലും ഇല്ലാത്ത രീതി ബുദ്ധിമുട്ടാൻ തുടങ്ങി. വീണ്ടും ഇവർ പ്രതിഷേധവുമായി എത്തുകയും ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ യോഗം ചേരുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഒരു സംയുക്ത പരിശോധന നടത്തി. അതായത് BPCLനുള്ളിൽ നിന്നും ഈ ഇത്തരത്തിൽ കണ്ടെത്തിയ കാസ്റ്റിലും അതിനോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയ പൊടിയും പരിശോധന നടത്തിയ ഇതിൻ്റെ രണ്ടും രാസഘടന ഒന്നാണെന്നും ഇത്തരത്തിൽ ഈ മലിനീകരണം ഉണ്ടായത് BPCLിലെ തന്നെ മലിനീകരണ നിയന്ത്രണ സംവിധാനത്തിൻ്റെ പോരായ്മകളാണെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡ് കണ്ടെത്തുകയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കളക്ടർക്ക് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കൊടുത്തതോടൊപ്പം ഇപ്പോൾ BPCLന് ഒരാഴ്ചയ്ക്കുള്ളിൽ കാരണം കാണിക്കൽ നോട്ടീസ്, ഷോക്കോസ് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി എന്ത് സ്വീകരിക്കണമെന്നത് ചോദിച്ച് മേലുദ്യോഗസ്ഥരോടും മലിനീകരണ നിയന്ത്രണ ബോർഡ് അത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് BPCLൻ്റെയും HOCLൻ്റെയും എല്ലാം വാദങ്ങൾ പൊള്ളയാണ് എന്ന് വ്യക്തമാകുന്നത്. ഈ ഒരു ഘട്ടത്തിൽ BJP ഇവർക്ക് പൂർണ്ണ പിന്തുണയുമായി എത്തുകയാണ്. അത് കേന്ദ്ര സർക്കാരിൻ്റെ അടക്കം ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ പെടുത്തിക്കൊണ്ട് ഇവർക്കൊരു ശാശ്വത പരിഹാരം
പരിഹാരം ഈ വിഷയങ്ങൾക്കെല്ലാം ലഭ്യമാക്കാനുള്ള ശ്രമമാണ് BJP മുന്നോട്ട് വെക്കുന്നത്. ഇവരുടെ സമരങ്ങൾക്കുമെല്ലാം തന്നെ പൂർണ്ണ പിന്തുണയും BJP പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അന്നത്തെ സമരത്തിൽ തന്നെ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത് BJPയുടെ മണ്ഡലം പ്രസിഡന്റായിരുന്നു. ആ രീതിയിൽ ഇവരുടെ കേൾക്കാൻ, ഇവരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ BJP രംഗത്തെത്തി എന്നത് ഇവർക്കും വലിയ ആശ്വാസമാവുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടുത്തെ 50% ആൾക്കാർക്കും ഈ ശ്വാസകോശം ചുരുങ്ങുന്ന രോഗമുണ്ടെന്നാണ് വൈദ്യ പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത്. ചിലർ ക്യാൻസർ രോഗബാധിതരായി. വെള്ളത്തിൽ വലിയ രീതിയിൽ മാലിന്യമുണ്ടെന്നും നേരത്തെ പരിശോധനയിൽ കണ്ടെത്തി. ഇപ്പോൾ അന്തരീക്ഷ മലിനീകരണവും ശബ്ദ മലിനീകരണവും സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നിട്ട് പോലും അവരെ അവിടെ നിന്നും ഒഴിപ്പിക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് പോകുന്നില്ല. സംസ്ഥാന സർക്കാരിനോട് തന്നെ നേരത്തെ കോടതി ഈ ആവശ്യം നിർദ്ദേശിച്ചതാണെന്നാൽ സംസ്ഥാന സർക്കാരും ഇത് കേട്ടില്ലെന്ന് നടിക്കും. ഇപ്പോൾ ജില്ലാ കളക്ടർ കൂടി ഇതിൽ എത്ര ഉചിതമായ തീരുമാനം എടുക്കും എന്നതാണ് നോക്കിക്കാണേണ്ടത്. കാലടി സംസ്കൃത സർവകലാശാലയിൽ പ്രധാനമന്ത്രി അവഹേളിക്കുന്ന ഫ്ലക്സ് വെച്ച സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് കേന്ദ്ര ഏജൻസികൾ CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചാണ് അന്വേഷണം നടത്തുന്നത്. അതേസമയം ഫ്ലക്സ് സ്ഥാപിച്ചവർക്കെതിരെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, പോലീസ് അന്വേഷണം ഊർജിതമാക്കി എന്ന് പറയുമ്പോൾ തന്നെ ഇതിനോടകം എന്ത് കണ്ടെത്തിയിട്ടുണ്ട്? CCTV പരിശോധനകൾ നടന്നില്ലേ? തീർച്ചയായും ഒരു വശത്ത് പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. പക്ഷേ ഏറ്റവും ഗൗരവത്തോടെ തന്നെയാണ് ഈ വിഷയത്തെ കേന്ദ്ര ഏജൻസി കാണുന്നതെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇത് ഒറ്റപ്പെട്ട സംഭവമായി ഒരിക്കലും കാണാനാകില്ല എന്നാണ് കേന്ദ്ര ഏജൻസികളുടെ നിലപാട്. അതുകൊണ്ട് തന്നെയാണ് വിശദമായ സമഗ്രമായ ഒരു അന്വേഷണത്തിന് കേന്ദ്ര ഏജൻസികൾ തയ്യാറാകുന്നത്. കാലടി സർവകലാശാല കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ, ഫ്ലെക്സുകൾ നിരന്തരം വരുന്നു. പ്രത്യേകിച്ച് രാജ്യത്തിന് എതിരായിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനമന്ത്രി അടക്കമുള്ളവരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്ററുകൾ നിരന്തരമായി വരുന്നു. ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് എന്നുള്ളതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ കൂടി ഇതിന് ഏറെ രാഷ്ട്രീയ മാനത്തിനപ്പുറത്തേക്ക് ഒരു രാജ്യസുരക്ഷയുടെ ഒരു വലിയ പ്രശ്നം കൂടി നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തെ ഏറെ ഗൗരവത്തോടെ കാണാൻ കേന്ദ്ര ഏജൻസികൾ തീരുമാനിച്ചത്. എന്തായാലും സമഗ്രമായ ഒരു അന്വേഷണം നടത്താനാണ് കേന്ദ്ര ഏജൻസികൾ തീരുമാനിച്ചത്. ഇതിൻ്റെ ഭാഗമായി കൃത്യമായി CCTV ദൃശ്യങ്ങൾ, പ്രദേശത്തെ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്തായാലും ഈ ഫ്ലെക്സ് വെച്ചവരെ അടക്കമുള്ളവരെ കുറിച്ചുള്ള കൃത്യമായ ഒരു നിഗമനം കേന്ദ്ര ഏജൻസികൾക്ക് ലഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അതോടൊപ്പം തന്നെയാണ് ഈ കലാപ ആഹ്വാനത്തിനാണ് കേരള പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ BJPയുടെ പരാതിയിലായിരുന്നു ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കേരള പോലീസ് പോയിരുന്നത്. ഇതിനൊപ്പം തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ ഏറെ ഗൗരവത്തോടെ തന്നെ ഈ വിഷയത്തെ കാണുകയും സമഗ്രമായി ഈ വിഷയത്തെ പഠിക്കുകയും അതോടൊപ്പം തന്നെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിന് കേന്ദ്ര ഏജൻസികൾ തയ്യാറാകുക കൂടി ചെയ്തിരിക്കുന്നത്. എന്തായാലും വരുന്ന ആളുകളിലും കൃത്യമായി നിരീക്ഷണം തുടരുന്നുകൊണ്ടും അതോടൊപ്പം തന്നെ നാളെ ഇതുവരെയുള്ള ഇവിടുത്തെ സംഭവ വികാസങ്ങളെക്കുറിച്ച്, ഇത്തരം പ്രവണതകളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഒരു സമഗ്രമായ ഒരു അന്വേഷണം നടത്താനാണ് നിലവിൽ ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ തീരുമാനിച്ചിരിക്കുന്നത്. വീണ, ഓക്കെ, ശരിയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്ന വികസിത കേരളം കൺവെൻഷൻ ഇന്ന് കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് റൂറൽ ജില്ലകളിൽ. കൺവെൻഷന് മുന്നോടിയായി പ്രദേശത്തെ പൗരപ്രമുഖരുമായി രാജീവ് ചന്ദ്രശേഖർ ചർച്ചകൾ നടത്തും. കോഴിക്കോട് സിറ്റി ജില്ലയിൽ വികസിത കേരളം കൺവെൻഷൻ കഴിഞ്ഞ ദിവസം സമാപിച്ചിരുന്നു. അനഘ ഹർഷൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനഘ, ഇന്ന് രണ്ടിടങ്ങളിലുണ്ട്, പൗരപ്രമുഖരുമായുള്ള ചർച്ചകളുണ്ട്. എങ്ങനെയാണ് സമയക്രമമൊക്കെ? വിവരങ്ങൾ. വീണ, BJPയെ സംബന്ധിച്ച് വികസിത കേരളം എന്നത് കേവലം ഒരു മുദ്രാവാക്യമല്ല, അതൊരു രാഷ്ട്രീയ ലക്ഷ്യമാണ്. ആ രാഷ്ട്രീയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന വികസിത കേരളം കൺവെൻഷൻ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ കോഴിക്കോട് സിറ്റിയിലായിരുന്നു ഈ വികസിത കേരളം കൺവെൻഷൻ നടന്നിരുന്നത്. കൃത്യമായി തന്നെ അതിൽ മാറാനുള്ളത് മാറ്റം ആണ് ഇനി ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, ഇടത് വലത് സർക്കാരുകൾ ഭരിച്ചു, എന്ത് നേടി, എന്ത് വികസനമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കേരളത്തിലെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അത് BJPയിലൂടെ ആയിരിക്കും ആ മാറ്റം എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഇന്നലെ കോഴിക്കോട് ജില്ലാ സിറ്റിയിൽ നടന്നിരുന്ന വികസിത കേരളം കൺവെൻഷനിൽ BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരുന്നത്. മാത്രമല്ല, ഇന്ന് കോഴിക്കോട് റൂറൽ, കോഴിക്കോട് നോർത്ത് ജില്ലകളിലുള്ള കൺവെൻഷനുകളാണ് നടക്കുക. ഈ കൺവെൻഷനുകളിലും രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് പങ്കെടുക്കുക. അത് 10 മണിക്ക് ശേഷമായിരിക്കും ഉണ്ടാവുക. മാത്രമല്ല, ഈ കൺവെൻഷൻ
കൺവെൻഷൻ നടക്കുന്നതിന് തൊട്ട് മുൻപായി തന്നെ ആ പ്രദേശത്തുള്ള പൗരപ്രമുഖരുമായി ഒരു ചർച്ച നടത്തുക കൂടി ചെയ്യും. അങ്ങനെ സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിലുള്ളവരിലേക്ക് കൂടി ഇറങ്ങിച്ചെല്ലുക എന്നത് കൂടിയായിരിക്കും ഈ വികസിത കേരളം കൺവെൻഷനിലൂടെ BJP മുന്നോട്ട് വെക്കുന്നത്. വീണ. ഓക്കെ, ശരി അനഘ. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ വിലക്ക് PK ശ്രീമതിക്ക് മാത്രം. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ശ്രീമതി സ്ഥിരം പങ്കെടുക്കേണ്ട എന്നാണ് CPM നേതൃത്വത്തിന്റെ നിലപാട്. എന്നാൽ മറ്റ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കാൻ വിലക്കില്ല. ശാലിനി ചേരുന്ന വിവരങ്ങളുമായി. ശാലിനി, എന്തുകൊണ്ടാണ് ശ്രീമതിയെ മാറ്റി നിർത്തുന്നത്? നേരെ അങ്ങ് പറയുന്നുണ്ടോ CPM? വീണ, മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് പറഞ്ഞ മുഖ്യമന്ത്രി തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ PK ശ്രീമതിയോട് സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കേണ്ട, സംസ്ഥാനത്തെ പാർട്ടി കാര്യങ്ങളിൽ കാര്യമായി ഇടപെടേണ്ട എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ 19-ആം തീയതി ചേർന്ന യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം, ഇത്തരത്തിലൊരു നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ആ ഒരു തീരുമാനം ത്തിന്റെ തൊട്ടു പിന്നാലെ ചേർന്ന യോഗത്തിൽ നിന്നും PK ശ്രീമതി വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു. PK ശ്രീമതി കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. സ്വാഭാവികമായും കേരളമല്ല, ഡൽഹിയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഇതിനെ ഈ വാർത്ത വിവാദമായതോടുകൂടി ഇതിനെ തിരിച്ചടിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പ്രതികരണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല എന്നുള്ള ന്യായീകരണവുമായി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ശ്രീമതി തന്നെയും ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. തന്നോട് അത്തരത്തിലൊരു പ്രതികരണം പാർട്ടിയുടെ മുതിർന്ന നേതാവും PB അംഗം കൂടിയായ മുഖ്യമന്ത്രി നടത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു PK ശ്രീമതിയുടെയും പ്രതികരണം. പക്ഷേ അതൊക്കെ വസ്തുതാവിരുദ്ധമാണ് എന്നുള്ളതാണ് ഇന്നത്തെയും വാർത്തകൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. PK ശ്രീമതി മാത്രം ആയിട്ടുള്ള വ്യക്തി ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കേണ്ട കാര്യമില്ല. കേരളം അല്ലാത്തത് കൊണ്ട് തന്നെ ഡൽഹി കേന്ദ്രീകരിച്ച കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതി എന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന യോഗങ്ങളിലാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുകയും PK ശ്രീമതിയോട് ഇനി സംസ്ഥാന സെക്രട്ടേറിയറ്റ് സമിതി യോഗങ്ങളിൽ പങ്കെടുക്കേണ്ട എന്നൊരു നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ PK ശ്രീമതി കഴിഞ്ഞ ദിവസം തന്നെ തിരികെ കണ്ണൂരിലേക്ക് മടങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ ആ തീരുമാനം പ്രഖ്യാപിക്കേണ്ടത് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആണ് എന്നുള്ളൊരു പ്രതികരണം MV ഗോവിന്ദൻ നടത്തിയിരുന്നു. പക്ഷേ അതല്ല, മറിച്ച് സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങളോട് ചേർന്ന് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ വാർത്തകൾ പുറത്തു വരുന്നത്. എന്തായാലും മറ്റ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ നിൽക്കുമ്പോൾ ആ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഈ യോഗത്തിൽ പങ്കെടുക്കുമ്പോഴാണ് PK ശ്രീമതിയോട് മാത്രം കടക്കപ്പുറത്ത് CPMന്റെ സംസ്ഥാന നേതൃത്വം പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇത് എന്തുകൊണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ ഇപ്പോഴും പാർട്ടിയിൽ നിന്ന് ഔദ്യോഗികമായി സ്ഥിരീകരണങ്ങളോ വ്യക്തതകളോ വന്നിട്ടില്ല. എന്തായാലും മുഖ്യമന്ത്രി ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്, മാറി നിൽക്കണം. ഒപ്പം തന്നെ കേരള കേഡർ അല്ലാത്തത് കൊണ്ട് തന്നെ കേന്ദ്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഡൽഹി കേന്ദ്രീകൃതമായി പ്രവർത്തന മേഖല വ്യാപിപ്പിക്കണം എന്നുള്ളൊരു നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലടക്കം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നൽകിയതായിട്ടാണ് നമുക്ക് വിവരം ലഭ്യമാകുന്നത്. വീണ. ഓക്കെ, ശരി ശാലിനി. പാർട്ടി അങ്ങനെ എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുക്കുന്നു, അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് CPM മിക്കപ്പോഴും പുറത്ത് പറയാറില്ലല്ലോ. പക്ഷേ താത്വികമായ അവലോകനങ്ങളൊക്കെ നടക്കുന്നുണ്ടാകാം. ഓക്കെ, നമുക്ക് ചില പ്രയോജനമുള്ള വാർത്തകളിലേക്ക് പോയാൽ, നദികളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ഓർമ്മപ്പെടുത്തി സംഘടിപ്പിച്ച നമസ്തേ കിള്ളിയാർ നദീവന്ദനം ശ്രദ്ധേയമായി. തിരുവനന്തപുരം നെടുമങ്ങാട് തീർത്ഥങ്കരയിൽ നിന്നും ആരംഭിച്ച യാത്ര തിരുവല്ലത്ത് സമാപിച്ചു. ജന്മഭൂമി ദിനപത്രം സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരനാണ് യാത്ര നയിച്ചത്. പുഴയും പ്രകൃതിയും മലീമസമാക്കുന്നതിനെതിരെയാണ് യാത്ര. എല്ലാം വലിച്ചെറിയാനുള്ളതെല്ലാം നമ്മുടെ ജലാശയങ്ങൾ എന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് യാത്ര കടന്നുപോയത്. നമസ്തേ കിള്ളിയാർ നദീവന്ദന യാത്ര എന്ന പേരിൽ തിരുവനന്തപുരം നെടുമങ്ങാട് തീർത്ഥങ്കരയിൽ നിന്ന് മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിലാണ് യാത്ര സംഘടിപ്പിച്ചത്. പ്രകൃതിയെയും നദികളെയും അമ്മയായി സങ്കല്പിക്കുന്ന പാരമ്പര്യമാണ് ഭാരതീയരുടേത്. പ്രകൃതിയും നദികളും സംരക്ഷിക്കപ്പെടേണ്ടത് മനുഷ്യ സമൂഹത്തിന് അനിവാര്യമാണെന്ന് കുമ്മനം ഓർമ്മിപ്പിച്ചു. ഇങ്ങനെ എത്രയോ നദികൾ മരിച്ചു പോയി കഴിഞ്ഞിരിക്കുന്നു, നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഇപ്പൊ അവശേഷിക്കുന്നത് 44 നദികളാണ്. ഈ 44 നദികൾ നമുക്ക് തീർച്ചയായിട്ടും സംരക്ഷിക്കപ്പെടണം. ജന്മഭൂമി സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് യാത്ര സംഘടിപ്പിച്ചത്. കല്ലിയോട്, നെടുമങ്ങാട്, ആറാംകല്ല്, ഏണീക്കര, മണ്ണാമൂല, മരുതംകുഴി, കല്ലടിമുഖം എന്നിവിടങ്ങളിൽ നദീ സംരക്ഷണ യോഗങ്ങൾ നടന്നിരുന്നു. വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ നമസ്തേ കിള്ളിയാറിൽ അണിചേർന്നിരുന്നു. തിരുവല്ലത്ത് നടന്ന സമാപന പരിപാടിയിൽ കിള്ളിയാറിൽ ആരതി പൂജയും നടത്തിയ ശേഷം ജലസംരക്ഷണ പ്രതിജ്ഞയോടെയാണ് പരിപാടി സമാപിച്ചത്. ജനം, തിരുവനന്തപുരം. വ്യാജ ബോംബ് ഭീഷണിയിൽ പോലീസിനെയും ബോംബ് സ്ക്വാഡിനെയും വലച്ച വ്യാജന്മാർ.
തിരുവനന്തപുരം എയർപോർട്ടിലും റെയിൽവേ സ്റ്റേഷനിലും ഉൾപ്പെടെ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ ലഭിച്ചത് 7ഓളം വ്യാജ ബോംബ് ഭീഷണി സന്ദേശങ്ങളാണ്. വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശങ്ങളുടെ IP അഡ്രസ് കണ്ടെത്താൻ സൈബർ സെല്ലിന് കഴിയുന്നില്ല. 2 മാസത്തിനുള്ളിൽ നടന്ന വ്യാജ ബോംബ് ഭീഷണി സന്ദേശങ്ങൾ പോലീസും സൈബർ സെല്ലും നിസ്സാരവൽക്കരിക്കുകയുമാണ്. ശ്രീനന്ദ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീനന്ദ, ഈ വ്യാജ ബോംബ് ഭീഷണി സന്ദേശങ്ങൾ അത് പരിശോധിച്ച് കഴിയുമ്പോഴാണല്ലോ വ്യാജമെന്ന് മനസ്സിലാവുന്നത്. പക്ഷെ അതിനുവേണ്ടി എടുക്കുന്ന ഊർജം, ചിലവ് ഒക്കെയും കണക്കാക്കുമ്പോൾ വലിയ പ്രശ്നമാണ്, തലവേദനയാണ് ഉണ്ടാകുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ IP അഡ്രസ് കണ്ടെത്താൻ ഇത്രയും നാളായിട്ടും സൈബർ സെല്ലിന് കഴിയാതിരിക്കുന്നത്? അത് നിസാരവൽക്കരിച്ചു പോകുന്നത് കൊണ്ട് തന്നെയാണോ? കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ 7 സ്ഥലങ്ങളിലായിട്ടാണ് വ്യാജ ബോംബ് ഭീഷണി പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ നിരവധി പ്രധാനപ്പെട്ട ഹോട്ടലുകൾ, അതുപോലെ തന്നെ കോടതി, എല്ലാ ജില്ലാ കളക്ടറേറ്റ്, എല്ലായിടത്തും വ്യാജമായി ബോംബ് ഭീഷണി ലഭിക്കുന്നത് ഒരു പതിവായി മാറുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാറുണ്ട്. ഓരോ തവണ ബോംബ് ഭീഷണി ലഭിക്കുമ്പോഴും പോലീസും അതുപോലെ തന്നെ ബോംബ് സ്ക്വാഡും എത്തി പരിശോധന നടത്താറുണ്ട്. എന്നാൽ കാര്യമായി ഒന്നും കണ്ടെത്താൻ കഴിയുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ സന്ദേശങ്ങളും വരുന്നത് എവിടെ നിന്നാണ് എന്നൊരു കാര്യം ചെക്ക് ചെയ്യുമ്പോൾ അതെല്ലാം ഒരേ IP അഡ്രസ്സിൽ നിന്നാണ് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം എന്ന് പറയുന്നത്. എന്നാൽ ഈ IP അഡ്രസ് എവിടെയാണെന്ന് ട്രേസ് ചെയ്ത് പോകുമ്പോൾ യാതൊരുവിധ വിവരവും ലഭിക്കുന്നില്ല. അല്ലെങ്കിൽ ഈ IP അഡ്രസ്സിന്റെ വിഷയത്തിൽ യാതൊരുവിധ കാര്യങ്ങളും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രധാന ഡൊമൈനുകൾ കണ്ടെത്താനോ അല്ലെങ്കിൽ അന്വേഷണങ്ങളിൽ പുരോഗതി വരുത്താനോ ഇതുവരെ പോലീസിനോ അതുപോലെ തന്നെ സൈബർ സെല്ലിനോ കഴിയുന്നില്ല എന്നത് അവരുടെ ഒരു വീഴ്ച തന്നെയാണ്. ആദ്യഘട്ടത്തിൽ ബോംബ് ഭീഷണി ഉണ്ടാകുന്നത് കാര്യമായൊരു അവരാരും കൈകാര്യം ചെയ്തിരുന്നില്ല. ആ ഒരു അനാസ്ഥ കൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഈ ബോംബ് ഭീഷണി തുടരുന്നതും അതുപോലെ തന്നെ ഏത് IP അഡ്രസ്സിൽ നിന്നാണ് അല്ലെങ്കിൽ ആരിൽ നിന്നാണ് ഈ ഭീഷണികളെല്ലാം വരുന്നത് എന്ന് കണ്ടെത്താൻ കഴിയാത്തതും ഈ ഒരു പോലീസിന്റെയും ബോംബ് സ്ക്വാഡിന്റെയും അല്ലെങ്കിൽ സൈബർ സെല്ലിന്റെയും ഈ വിഷയത്തോടുള്ള ഒരു ലാഘവം, അതിനെ കളിയായി കാണുന്നു അല്ലെങ്കിൽ ഒരു സീരിയസ്നെസ് ഇല്ലാതെ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് ഇതുവരെ ഇതിൽ യാതൊരുവിധ നടപടികളും അല്ലെങ്കിൽ യാതൊരുവിധ നീക്കുപോക്കുകളും ഉണ്ടാക്കാത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ സൈബർ സെൽ വിഷയങ്ങൾ നിസ്സാരവൽക്കരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സാഹചര്യം വീണ്ടും തിരുവനന്തപുരത്ത് ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ ഇങ്ങനെ നിരവധി തവണ വ്യാജ ബോംബ് ഭീഷണികൾ വരാറുണ്ട്. ഈ ഒരു വരുന്നത് കാരണം എന്താണ് ഈ ഒരു വ്യാജ ബോംബ് ഭീഷണി വരുന്നതിന്റെ കാരണം എന്ന് ഉള്ള ഒരു വ്യക്തമായ ഒരു വിശദീകരണം ലഭിക്കാത്തത് തന്നെയാണ് സ്ഥിരമായി ഈ ഒരു ഭീഷണി തുറന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. വീണ. ഓക്കെ, ശരി ശ്രീനന്ദ. ആൾക്കൂട്ടാക്രമത്തിൽ കോഴിക്കോട് സ്വദേശിയായ സൂരജ് കൊല്ലപ്പെട്ട കേസിൽ ഒളിവിൽ കഴിയുന്നവരെ കണ്ടെത്താൻ പോലീസ് 18 പ്രതികളുള്ള കേസിൽ പ്രധാന പ്രതികൾ ഉൾപ്പെടെ 10 പേർ പിടിയിലായി. എങ്കിലും ബാക്കിയുള്ളവർ ഒളിവിലാണ്. കേസിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകുന്നത്. അനഘ, കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ട് എങ്ങനെയാണ്? വീണ, നിലവിൽ 18 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ 10 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി 8 പേരെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ട്. ഇവർക്കായുള്ള ഒരു അന്വേഷണമാണ് അന്വേഷണ സംഘം ഇപ്പോൾ നടത്തുന്നത്. ദൃക്സാക്ഷികളുടെ മൊഴി എടുക്കുന്നുണ്ട്. മാത്രമല്ല, ആ പ്രദേശത്തുള്ള CCTV ദൃശ്യങ്ങളടക്കം അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട്. ഇത് പരിശോധിച്ചതിൽ നിന്നാണ് ഈ കൃത്യത്തിൽ, ഈ ആൾക്കൂട്ട മർദ്ദനത്തിൽ ഇനിയും നിരവധി ആളുകൾ പങ്കുണ്ട് എന്ന നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 18 പേരല്ലാതെ മറ്റുള്ളവർ ഉണ്ട് എന്ന നിഗമനത്തിൽ എത്തിയത് കൊണ്ട് തന്നെ അവർക്കായുള്ള ഒരു അന്വേഷണമാണ് അന്വേഷണ സംഘം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ആ നാട്ടുകാരെ അല്ലെങ്കിൽ ആ പ്രദേശവാസികളെ ഒക്കെ തന്നെ സംബന്ധിച്ച് ഏറ്റവും ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. വെറും 20 വയസ്സ് മാത്രം പ്രായമുള്ള ഈ സൂരജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കോളേജിൽ കാർ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ഒരു നിസാരമായ ഒരു പ്രശ്നം, ആ നിസാര പ്രശ്നമാണ് ആ 21 വയസ്സുകാരന്റെ ജീവൻ എടുക്കുന്നതിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇങ്ങനെയാണ്. സൂരജിന്റെ സുഹൃത്ത് അശ്വന്ത്, ഇവർ രണ്ടുപേരും ചേർന്ന് അശ്വന്തിന്റെ കോളേജിൽ എത്തുന്നു. അശ്വന്തിന്റെ കോളേജിൽ കാർ പാർക്ക് ചെയ്യാനായി വണ്ടി പാർക്ക് ചെയ്യുന്നു. ഈ സമയം അവിടേക്ക് എത്തിയ ആ കോളേജിൽ പഠിക്കുന്ന വിജയ് മനോജ് എന്ന് പറയുന്ന ആ വിദ്യാർത്ഥി ഈ കാർ പാർക്കിംഗ് ഇവിടെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പരസ്പരം തമ്മിൽ ചില
വലിയ വാക്ക് തർക്കവും അന്ന് സംഘർഷത്തിലേക്കൊക്കെ തന്നെ പോകുന്നു. പിന്നീട് ആ കോളേജിലെ മറ്റു വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ ഇടപെട്ടാണ് ആ സംഘർഷം അവസ്ഥ അവിടെ നിന്ന് മാറ്റുന്നത്. എന്നാൽ ഈ സംഘർഷം കഴിഞ്ഞതോടുകൂടി ഈ വിജയ് മനോജും സൂരജും അശ്വിനും തമ്മിലൊക്കെ തന്നെ വലിയൊരു പകയായി മാറുകയും പിന്നീട് ആ പക രക്ഷിതാക്കൾ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ വിജയ് മനോജും രക്ഷിതാക്കളും ഒക്കെ തന്നെ ചേർന്ന് ആസൂത്രണം ചെയ്യുകയാണ്. സൂരജിനെ ഏത് രീതിയിലെങ്കിലും വകവരുത്തണം എന്ന് ആസൂത്രണം ചെയ്യുന്നു. അതിന്റെ ഭാഗമായി ക്ഷേത്രോത്സവത്തിൽ നിൽക്കുന്ന ആ ക്ഷേത്രോത്സവത്തിന്റെ ആ സംഭവ സ്ഥലത്ത് നിന്ന് ഈ സൂരജിനെ വിജയ് മനോജ് വിളിച്ചു വരുത്തുന്നു. അതിനുശേഷം ആൾക്കൂട്ടം ചേർന്ന് 18 പേരടങ്ങുന്ന സംഘവുമായി എത്തി പിന്നീട് ആ പ്രദേശത്തുള്ള മറ്റാളുകളെ കൂടി വിളിക്കുന്നു. അങ്ങനെ ആ സംഘം ചേർന്ന് അതിക്രൂരമായി ഈ സൂരജിനെ മർദ്ദിക്കുന്നു. അതിനുശേഷമാണ് സൂരജിന്റെ സുഹൃത്തുക്കൾ ആ പ്രദേശത്തേക്ക് എത്തുന്നത്. ആ സമയവും സൂരജിന് ജീവനുണ്ടായിരുന്നു. കൃത്യമായി തന്നെ മർദ്ദിച്ചതിനെ കുറിച്ചുള്ള വിവരങ്ങൾ സൂരജ് തങ്ങളുടെ സുഹൃത്തിനോട് പങ്കുവെക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം സുഹൃത്തുക്കൾ ചേർന്നാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ആശുപത്രിയിലെത്തി OP ടിക്കറ്റ് എടുക്കുന്ന സമയത്താണ് ഡോക്ടർ പറയുന്നത് ഇനി OP ടിക്കറ്റ് എടുക്കേണ്ട, സൂരജ് മരണപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത ആ സുഹൃത്തുക്കൾ അറിയുന്നത്. അതിക്രൂരമായാണ് ഈ സൂരജിനെ മർദ്ദിച്ച് ആൾക്കൂട്ടം കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ഈ കൃത്യത്തിൽ നേരിട്ട് 18 പേർ പങ്കെടുത്തിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. അതിൽ 10 പേരെ അന്വേഷണ സംഘം ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ബാക്കി 8 പേർക്കായുള്ള ഒരു അന്വേഷണമാണ് നിലവിൽ നടക്കുന്നത്. 8-ൽ കൂടുതൽ ആളുകൾ, ഇനിയും നിരവധി ആളുകൾ ഈ ക്രൂരകൃത്യത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. വീണ. ഓക്കെ, ശരി അനഘ. അതേസമയം നമ്മൾ വീണ്ടും ഈ നമ്മുടെ പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളിലേക്ക് വന്നാൽ, പാകിസ്ഥാനെ ഈ വിഷയത്തിൽ പരസ്യമായ ഒരു പിന്തുണ ചൈന അറിയിച്ചതായാണ് വിവരം. പാകിസ്ഥാൻ ഡെപ്യൂട്ടി പ്രധാനമന്ത്രി മുഹമ്മദ് ഇഷാഖ് ധാറുമായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഫോണിൽ ചർച്ചകൾ നടത്തി. സ്ഥിതിഗതികൾ ചൈന നിരീക്ഷിക്കുകയാണെന്നും പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുന്ന സ്വതന്ത്ര അന്വേഷണത്തെ പിന്തുണയ്ക്കുന്നതായും ചൈന അറിയിക്കുന്നു. ചൈനയുടെ മികച്ച സുഹൃത്തായ പാകിസ്ഥാന്റെ സാഹചര്യം മനസ്സിലാക്കി പൂർണ്ണ പിന്തുണ ഉറപ്പാക്കുമെന്നും ചൈനീസ് വിദേശകാര്യമന്ത്രി പറഞ്ഞു. UN സുരക്ഷാ കൗൺസിൽ പെഹൽഗാം ആക്രമണത്തിനെതിരായ പ്രമേയത്തെ ലഘൂകരിക്കാൻ ചൈന പാകിസ്ഥാന് പിന്തുണ നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ചൈനയുടെ പുതിയ നീക്കം. പ്രശ്നം പാകിസ്ഥാൻ അനുകൂലമായി ഒതുക്കി തീർക്കാനുള്ള നീക്കങ്ങൾ ശക്തമായി ചൈന നടത്തുകയാണ്. ഐസൺ ജോസ് ചേരുന്നു വിവരങ്ങളുമായി. ഐസൺ, ചൈനയുടേത് പൂർണ്ണമായും ഒരു ഇരട്ടത്താപ്പാണെന്ന് പറയേണ്ടി വരും. ഇന്ത്യയുടെ അടുത്ത നിലപാടുകളെന്ന് സൂചിപ്പിക്കുകയും ഒന്നിച്ചുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയും അതിർത്തി തർക്കം പരിഹരിക്കാനും മറ്റും മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പാകിസ്ഥാനുള്ള പിന്തുണ പരസ്യമായി ചൈന സ്വീകരിക്കുന്നത്. എന്താണ് ചൈനയുടെ നിലപാട്? തീർച്ചയായും ചൈനയുമായുള്ള വിഷയത്തിൽ ഒരു ഇരട്ടത്താപ്പ് തന്നെയാണ്, പാകിസ്ഥാനുമായുള്ള വിഷയത്തിൽ ചൈന എടുക്കുന്നത് ഒരു ഇരട്ടത്താപ്പ് തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കാവുന്ന നീക്കങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ ലോകരാഷ്ട്രങ്ങൾ മുഴുവനും ഈ പെഹൽഗാം ആക്രമണത്തെ അതിശക്തമായി എതിർത്തപ്പോൾ, അതിനെ അപലപിക്കുക കൂടി ചെയ്തപ്പോൾ, പാകിസ്ഥാൻ അക്കാര്യത്തിൽ അതിനൊരു അനുകൂല നിലപാട് സ്വീകരിക്കുകയോ അപലപിക്കാൻ തയ്യാറാവുകയോ ചെയ്തില്ല എന്ന് മാത്രമല്ല, ഒരു സ്വതന്ത്ര അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തണം എന്ന ഒരു നിലപാടിലേക്ക് പോവുകയായിരുന്നു. തീർച്ചയായും അതുതന്നെ ഒരു നിയമവിരുദ്ധമായ ഒരു കാര്യമാണ്. നമുക്കറിയാവുന്നതാണ്, ഈ പെഹൽഗാം ആക്രമണം നടക്കുന്നത് ഭാരതത്തിനുള്ളിലാണ്, ഭാരതത്തിൻ്റെ ഒരു ആഭ്യന്തര പ്രശ്നമാണത്. ആഭ്യന്തര പ്രശ്നത്തിൽ ഏത് രീതിയിലാണ് ഇടപെടേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ മറ്റൊരു സ്വതന്ത്ര അന്വേഷണത്തിന് അന്താരാഷ്ട്ര സംവിധാനങ്ങളൊക്കെ ഉൾപ്പെടേണ്ടി വരുന്നത് എന്നത് സംബന്ധിച്ച് യുക്തിഭദ്രമായ ഒരു മറുപടി പോലുമല്ല അത് എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ ആ അന്വേഷണത്തിന് പിന്തുണ നൽകാനുള്ളൊരു നീക്കമാണ് ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അത്തരത്തിൽ ആ ഒരു ആവശ്യത്തെ പിന്തുണയ്ക്കാമെന്ന നിലപാടാണ് ഉണ്ടായിരിക്കുന്നത്. അത് ഏറെ ഗൗരവതരമായ ഒരു പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നൊരു വിഷയമായി തന്നെയാണ് കണക്കാക്കപ്പെടുകയും ചെയ്യുന്നത്. മറ്റൊരു സുപ്രധാന ഘടകം എടുത്തു പറയേണ്ടത്, ഇക്കാര്യങ്ങളെല്ലാം തന്നെ ചൈനയുടെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലുള്ളവർ, അതായത് വിദേശകാര്യമന്ത്രി വാങ് യി ഇക്കാര്യം ഡെപ്യൂട്ടി പ്രധാനമന്ത്രി, പാകിസ്ഥാൻ്റെ ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചു. ആ ചർച്ചകൾ കുറേ മിനിറ്റുകളോളം നീണ്ടു നിന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ സുദീർഘമായ ചർച്ച പാകിസ്ഥാനുമായി നടത്തിയതിന് ശേഷം പാകിസ്ഥാൻ അനുകൂല നിലപാട് സ്വീകരിക്കുന്ന ചൈനയുടെ ഈ നീക്കത്തെയാണ് ഏറെ ഗൗരവത്തോടെ നോക്കിക്കാണേണ്ടത്. നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ ഭാരതവുമായുള്ള പ്രശ്നം ചൈന പരിഹരിക്കുന്ന രീതികൾ, അതായത് അതിർത്തിയിലെ സേനാ പിന്മാറ്റം, അത്തരത്തിലുള്ള സമാധാനപരമായ നീക്കങ്ങളിലേക്ക് ചൈന ഒരു വശത്ത് നീങ്ങുമ്പോൾ, അതേ പ്രശ്നമുള്ള ഭാരതത്തിൻ്റെ മറ്റൊരു അതിർത്തി പങ്കിടുന്ന രാജ്യത്ത് അതൊരു സങ്കീർണ പ്രശ്നമാക്കി വളർത്തിയെടുക്കാനുള്ളൊരു നീക്കം ചൈന നടത്തുന്നു എന്നത് ഒരു ഇരട്ടത്താപ്പായി തന്നെ കണക്കാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, ഇന്നലെയും ഇത് സംബന്ധിച്ച് ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതായത് UN പ്രമേയം വന്ന ഒരു സാഹചര്യത്തിൽ, UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ റെസൊല്യൂഷൻ വന്ന സാഹചര്യത്തിൽ ആ റെസൊല്യൂഷനിൽ ഭാരത സർക്കാരിനോടൊപ്പം ചേർന്ന് മറ്റ് മെമ്പർ രാജ്യങ്ങളെല്ലാം തന്നെ പ്രവർത്തിക്കണമെന്നൊരു കൃത്യമായ നിലപാട് പറയാനുള്ള ഒരു നീക്കമായിരുന്നു UN സെക്യൂരിറ്റി കൗൺസിലിൽ പൊതുവെ ഉണ്ടായത്. എന്നാൽ ചൈനയും
പാകിസ്ഥാൻ UN സെക്യൂരിറ്റി കൗൺസിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗമാണ്, 2 വർഷത്തേക്കായി തുടരുന്ന ഒരു അംഗമാണ്. അതുപോലെ തന്നെ ചൈന സ്ഥിരാംഗം കൂടിയാണ്. അത്തരത്തിൽ ഈ 2 രാജ്യങ്ങളും ചേർന്ന് അത് ലഘൂകരിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തിയെന്ന വാർത്ത കൃത്യമായി ഇന്നലെ പുറത്തു വരികയും ചെയ്തിരുന്നു. അത് ലഘൂകരിക്കുന്നതിനെ നേരത്തെ പുൽവാമയിലുണ്ടായ ആക്രമണത്തെ തുടർന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കണമെന്ന് അംഗരാജ്യങ്ങൾക്ക് പ്രമേയത്തിലൂടെ ആഹ്വാനം ചെയ്ത അതേ സാഹചര്യം, അതിനേക്കാൾ ഗൗരവമേറിയൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ വിഷയത്തിൽ ഇടപെടുമ്പോൾ അതിനെ ചെയ്ത ഉപയോഗിച്ച വാക്ക്, ഡിപ്ലോമാറ്റിക്കലി ഉപയോഗിച്ച വാക്ക്, അത് ബന്ധപ്പെട്ട അധികാരികളുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കണമെന്നാണ്. അതായത് അതിൻ്റെ ഉദ്ദേശം തന്നെ വളരെ കൃത്യമായിരുന്നു. നയതന്ത്ര തലത്തിൽ പരിശോധിക്കുമ്പോൾ, നയതന്ത്ര വിദഗ്ധരുമായി സംസാരിക്കുമ്പോൾ ആ വാക്കുകൾക്ക് രണ്ടിനും വളരെ കൃത്യമായൊരു സൂചന നൽകാനാകും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഭാരതം ഭാരതത്തോടൊപ്പം നിൽക്കണമെന്ന നിലപാട് കൃത്യമായി പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പരിശോധിക്കുകയാണെങ്കിൽ ഭാരതം പാകിസ്ഥാനെ ആക്രമിക്കാനുള്ളൊരു നീക്കം നടത്തും എന്നൊരു ഭയം കൊണ്ടാണ് അത്തരത്തിലുള്ള വാക്കുകൾ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അവിടെയും ചൈന പിന്തുണച്ചു എന്നൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നതാണ്, ഒരു ഇരട്ടത്താപ്പാണെന്ന് നിരീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ അതിനെതിരെ ഭാരതം ശക്തമായി അപലപിച്ചിട്ടുണ്ടല്ലോ ഐസൺ. തീർച്ചയായും ചൈനീസ് നിലപാടിനെതിരെ ഭാരതം ശക്തമായ എതിർപ്പ് തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അതിർത്തികളിൽ ഏത് രീതിയിലാണ്, അതായത് അയൽക്കാർക്ക് പ്രഥമ സ്ഥാനം നൽകണമെന്ന ഭാരതത്തിൻ്റെ ഒരു നയതന്ത്ര ആശയം, അതായത് അയൽക്കാരാണ് പ്രധാനപ്പെട്ടവർ, അവരുമായുള്ള ബന്ധം സുദൃഢവും ശക്തവുമാക്കുക എന്ന കൃത്യമായ നീക്കം ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു നയതന്ത്ര നയമാണ്. ആ നയതന്ത്ര നയത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു നിലപാടിനെ പൂർണ്ണമായും അംഗീകരിക്കുകയും അതിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് ചൈന. അതിർത്തിയിലെ സേനാ പിന്മാറ്റം തന്നെയാണ് അതിനെ കൃത്യമായ ഉദാഹരണമായി എടുത്തു കാണിക്കാൻ സാധിക്കുന്നത്. സമാനമായൊരു പ്രശ്നം, അതായത് അതിർത്തി കടന്ന് ഭീകരതയെ കടത്തിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിർത്തിയിലെ സേനാ പിന്മാറ്റമാണ് ചൈനയുടെ വിഷയമെങ്കിൽ പാകിസ്ഥാൻ്റെ വിഷയം അതിർത്തി കടന്നുള്ള തീവ്രവാദത്തെ കടത്തിവിടലും അതുപോലെ തന്നെ മയക്കുമരുന്നിൻ്റെ ഇടപെടലും അത്തരത്തിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. തീർത്തും മനുഷ്യത്വഹീനമായൊരു നിലപാടിനെ സൈനികമായി തന്നെ നേരിടേണ്ട ഒരു സാഹചര്യത്തിൽ ഭാരതത്തിന് അനുകൂല നിലപാട് സ്വീകരിക്കുക, സൈനിക പിന്തുണയോ മറ്റു പിന്തുണയോ ലഭ്യമാക്കിയില്ലെങ്കിലും ഭാരതത്തിന് അനുകൂലമായ നിലപാട് ലോകസമാധാനത്തിൻ്റെ ഭാഗമായി സ്വീകരിക്കുക എന്ന ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിൽ നിന്നാണ് ചൈന ഇപ്പോൾ പിന്മാറുന്നത്. അത്തരത്തിൽ പിന്മാറ്റമുണ്ടായി. സ്വാഭാവികമായും അത് പാകിസ്ഥാൻ അനുകൂലമായ നിലപാട് സ്വീകരിക്കുമ്പോൾ പാകിസ്ഥാൻ ലോകത്തിന് തന്നെ വെല്ലുവിളിയാകുന്നൊരു സാഹചര്യം, പലതരത്തിലും ഭീകരത പ്രോത്സാഹിപ്പിച്ച് വെല്ലുവിളിയാകുന്നൊരു സാഹചര്യത്തിനെ ശക്തമായൊരു ആണവശേഷിയും എല്ലാം ഉള്ള ശക്തമായൊരു രാഷ്ട്രം പിന്തുണയ്ക്കുന്നു എന്നതിൻ്റെ ഒരു വൈരുദ്ധ്യമാണ് ഏറെ ഗൗരവത്തോടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ശരിയായി. അതേസമയം പഹൽഗാം കൂട്ടക്കൊല നടത്തിയ ഭീകരരുമായി സുരക്ഷാ സേന ഏറ്റുമുട്ടി. ഭീകരർ 4 സ്ഥലത്ത് സുരക്ഷാ സേനയുടെ മുന്നിലാകപ്പെട്ടു. ഒരു സ്ഥലത്ത് സുരക്ഷാ സേനയ്ക്കെതിരെ വെടിവെച്ച ശേഷം രക്ഷപ്പെടുകയായിരുന്നു. 4 ഭീകരരാണ് സംഘത്തിലുള്ളത്. അതേസമയം അതിർത്തിയിൽ സാഹചര്യങ്ങൾ വിലയിരുത്താൻ ശ്രീനഗറിൽ ആർമി കോർ കമാൻഡർമാരുടെ യോഗം ഇന്ന് ചേരും. പഹൽഗാമിൽ നിന്ന് നന്ദഗോപൻ ചേരുന്നു വിവരങ്ങളുമായി. നന്ദഗോപൻ, ഈ വിഷയത്തിൽ ഈ ഏറ്റുമുട്ടൽ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പൂർണ്ണമായി ഇപ്പോൾ ലഭ്യമാണോ? വീണ, ഭീകരരുടെ തൊട്ടു പിന്നാലെ തന്നെ പ്രത്യേക ദൗത്യ സംഘമുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതായത് കഴിഞ്ഞ 5 ദിവസത്തിനുള്ളിൽ 4 തവണ ഈ ഭീകരരുടെ അടുത്തേക്ക് ഈ പ്രത്യേക ദൗത്യ സംഘം, അതായത് CRPFൻ്റെയും ജമ്മു കാശ്മീർ പോലീസിൻ്റെയും സൈന്യത്തിൻ്റെയും അടങ്ങുന്ന പ്രത്യേക ദൗത്യ സംഘം ഇവരുടെ അടുത്തേക്ക് എത്തി. അതായത് ഈ പെഹൽഗാമിലെ ബൈസരൻ വാലിയിൽ ആക്രമണം നടത്തിയ ശേഷം ഈ സംഘം കാട്ടിനുള്ളിലൂടെ, പൈൻ കാടുകളിലുള്ളിലൂടെ തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഇതേപോലെ തന്നെയുള്ള വലിയ പൈൻ കാടുകളിലാണ് ഈ മേഖലയിലുള്ളത്. ഇത്തരം പൈൻ കാടുകൾക്കുള്ളിലൂടെ ഇവർ ചില ഗ്രാമങ്ങളിലൂടെ കടന്ന് അനന്തനാഗ് മേഖലയിലേക്ക് കടന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതിനുശേഷം അനന്തനാഗിൽ നിന്നും ഇവർ ത്രാൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഇതേപോലെ തന്നെ കാടുകളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും സഞ്ചരിച്ച് നീങ്ങി. അങ്ങനെ ത്രാലിൽ നിന്നും അവർ കുൽഗാം മേഖലയിലേക്ക് എത്തി. അങ്ങനെ കഴിഞ്ഞ ദിവസം കുൽഗാം മേഖലയിൽ എത്തിയപ്പോഴാണ് സൈന്യത്തിൻ്റെ മുമ്പിൽ ഇവർ അകപ്പെടുകയും അങ്ങനെ ഈ പ്രത്യേക ദൗത്യ സംഘത്തിന് നേരെ ഇവർ വെടിയുതിർക്കുക സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പ്രത്യേക ദൗത്യ സംഘം പ്രത്യാക്രമണം നടത്തുകയും അവർ പിന്നീട് അവിടെ നിന്നും മറയുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഭീകരരുടെ അടുത്തേക്ക് തന്നെ ഈ പ്രത്യേക ദൗത്യ സംഘം എത്തി എന്നുള്ളതാണ്. വരും മണിക്കൂറുകളിലോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലോ ഇവർ അകപ്പെട്ടേക്കാം എന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. ഇവർ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ജമ്മുവിലേക്ക് കടക്കുവാൻ വേണ്ടിയാണ്. ജമ്മു മേഖലയിലേക്ക് കടന്ന് അവിടെ നിന്നും രക്ഷപ്പെടുവാനുള്ള ഒരു നീക്കം ആണ് ഈ ഭീകരർ നടത്തുന്നത് എന്നുള്ളതാണ്. 4 ഭീകരരാണ് ഈ സംഘത്തിലുള്ളത്.
ഇവർക്ക് വേണ്ടി തിരച്ചിൽ വളരെ ഈ എല്ലാ മലമേഖലകളിലും കേന്ദ്രീകരിച്ച് ഊർജിതമാണ്. ഏതാണ്ട് ജമ്മു കാശ്മീരിൻ്റെ 800 കിലോമീറ്റർ വരുന്ന വനമേഖല, ഇവിടെയെല്ലാം തന്നെ പ്രത്യേക സംഘമായി തിരിഞ്ഞുകൊണ്ടുള്ള തിരച്ചിൽ തുടരുകയാണ്. പ്രത്യേകിച്ച് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടും അതേപോലെ തന്നെ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചുകൊണ്ടും നായികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയുണ്ട്. വിവിധ സംഘാംഗങ്ങളായി തിരിഞ്ഞുള്ള പരിശോധനയിൽ മോസ്റ്റ് മോഡേൺ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സുരക്ഷാ സംഘം, ഈ പ്രത്യേക ദൗത്യ സംഘം ഈ സെർച്ചിങ് ഓപ്പറേഷനിലേക്ക് കടന്നിരിക്കുന്നത്. ഏതായാലും ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് വരും ദിവസങ്ങളിലോ വരും മണിക്കൂറുകളിലോ ഇവർ അകപ്പെട്ടേക്കാം എന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭ്യമാകുന്നത്. അതേസമയം ഈ ജമ്മു കാശ്മീരിനെയും അതേപോലെ തന്നെ കാശ്മീർ താഴ്വരയും ബന്ധിപ്പിക്കുന്ന ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലൈനിന് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 119 കിലോമീറ്റർ തുരങ്കം ഉൾപ്പെടുന്ന 272 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ പാതയിൽ CRPF-നെ കൂടുതലായി വിന്യസിച്ചിട്ടുണ്ട്. ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ ധരിച്ച് അത്യാധുനിക ആയുധങ്ങളുമായാണ് CRPF-ന്റെ കാവൽ. തുരങ്കമുള്ള മേഖലകളിൽ കൂടുതൽ CCTV-കൾ സ്ഥാപിക്കുവാൻ വേണ്ടിയും ഇതിനോടകം തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ റെയിൽവേ ലൈന് സുരക്ഷ വർദ്ധിപ്പിച്ചു. അതേസമയം ഇന്നലെ രാത്രിയിലും വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ചുകൊണ്ട് ഭാരതത്തിന്റെ പോസ്റ്റുകളിലേക്ക് പാകിസ്ഥാൻ സൈന്യം വെടിയുതിർത്തിട്ടുണ്ട്. ഭാരതം ശക്തമായി തന്നെ തിരിച്ചടിച്ചിട്ടുണ്ട്. വീണ. ഓക്കെ, ശരി നന്ദൻ. വളരെ വിശദമായ റിപ്പോർട്ടാണ് പെഹൽഗാമിൽ നിന്ന് നന്ദൻ നൽകുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം വോട്ടാക്കി മാറ്റാമെന്ന കണക്കുകൂട്ടലുമായി പിണറായി സർക്കാർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മുഴുവൻ കുടിശ്ശികയും നൽകാനാണ് സർക്കാർ നീക്കം. ക്ഷേമ പെൻഷൻ പൂർണ്ണമായും നൽകിയ സർക്കാർ എന്ന പ്രചാരണം ശക്തമാക്കാനാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് മെയ് മാസം 2 മാസത്തെ കുടിശ്ശിക തീർക്കാനുള്ള തിരക്കിട്ട ശ്രമം നടക്കുന്നത്. ശാലിനി ചേരുന്ന വിവരങ്ങളുമായി. ശാലിനി, അതിനുവേണ്ടി വക മാറ്റേണ്ടി വരും, നമുക്കറിയാം. കടമെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ്. എത്രയും പെട്ടെന്ന് ഇത്തരം കടങ്ങളൊക്കെ പൊതുജനങ്ങളുമായിട്ട് വീട്ടി മുഖം രക്ഷിച്ച് നിന്നാൽ മാത്രമേ എന്തെങ്കിലും രക്ഷയുള്ളൂ എന്ന തിരിച്ചറിവ്. വിവരങ്ങൾ എന്താണ് ശാലിനി? വീണ, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള കേസ് SFIയുടെ കുറ്റപത്രം അടക്കം സമർപ്പിച്ചിരിക്കുന്ന സാഹചര്യം, ഒപ്പം തന്നെ ഈ ക്ഷേമ പെൻഷനുകൾ നൽകാതെ അത് കുടിശ്ശികയാക്കി ഇട്ടിരിക്കുന്ന സംസ്ഥാന സർക്കാരെന്നും ഇടത് സർക്കാരെന്നുമുള്ള ഒരു ഖ്യാതി ഒരു ഭാഗത്ത് നിൽക്കുന്നു. KSRTCയിൽ ശമ്പള കുടിശ്ശിക നിലനിൽക്കുന്നു. പെൻഷൻ നൽകാൻ അവിടെയും പണമില്ലാത്ത സാഹചര്യം. അതുകൂടാതെ തന്നെ സംസ്ഥാനം ഒരു പരിധിയിലപ്പുറം കടമെടുത്തുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് മേൽ വീണ്ടും ഒരു കടം ഉണ്ടാക്കി വെക്കുന്ന ഒരു പശ്ചാത്തലം. ഇതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് 2 തെരഞ്ഞെടുപ്പുകളെ അടുത്തടുത്തായി സംസ്ഥാനം നേരിടേണ്ടി വരുന്നത്. ഒന്ന്, നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് വരികയാണ്. തൊട്ടു പിന്നാലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരും. ഇതും രണ്ടും ഇടത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ 8 വർഷത്തിൽ അവരുടെ വിലയിരുത്തലായി മാറുമെന്നുള്ളതിൽ സംശയമില്ല. വരുമ്പോൾ ആ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരിക്കുന്ന കല്ലുകടികൾ മാറ്റാനുള്ള ശ്രമമാണ് ഇടത് സർക്കാർ നടത്തുന്നത്. ഒപ്പം തന്നെ ഈ വരുന്ന മാസം തന്നെ ഈ കടമെടുത്തുകൊണ്ട് കേന്ദ്ര സർക്കാരിൽ നിന്നടക്കം കടം വാങ്ങിക്കൊണ്ട് ക്ഷേമ പെൻഷനുകൾ മുഴുവൻ നൽകി തീർക്കാനാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. മെയ് മാസം 1 മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ 2 മാസത്തെ ക്ഷേമ പെൻഷൻ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ സർക്കാർ ശ്രമം ആരംഭിച്ചിട്ടുള്ളത്. കൂടാതെ കഴിഞ്ഞ 3 മാസത്തിലധികമായി പെൻഡിങ് കിടക്കുന്ന തുകയും ഉടൻ ദിവസങ്ങളിലും ഉടൻ മാസങ്ങളിലും നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരുന്നതിന് തൊട്ട് മുൻപുമായി നൽകാനുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയിട്ടുമുണ്ട്. എന്തായാലും സർക്കാർ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് ഒരുങ്ങുകയാണ്. പ്രത്യേകിച്ച് പൊതുജനങ്ങൾക്കിടയിൽ ഭരണവിരുദ്ധ വികാരവും ഒപ്പം തന്നെ സർക്കാരിനെതിരെ ഒരു ഭരണ മുരടിപ്പ് നടത്തുന്ന ഒരു ഇടത് സർക്കാർ എന്നുള്ളൊരു തീരുമാനവും അത്തരത്തിലുള്ള നടപടികളും ഒക്കെ ഉണ്ട്. അത് വോട്ടായി പ്രതിഫലിക്കുമോ എന്നുള്ളൊരു വിലയിരുത്തൽ സംസ്ഥാന സർക്കാർ നടത്തുകയും ചെയ്യുന്നുണ്ട്. അത് മറികടക്കാൻ തന്നെയാണ് ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കടക്കുന്നത്. എന്തായാലും മുഴുവൻ കുടിശ്ശികയും തീർത്തുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപായി സർക്കാർ കണക്ക് കൂട്ടുന്നത്. അങ്ങനെ മുഴുവൻ ക്ഷേമ പെൻഷനുകളും കുടിശ്ശികയില്ലാതെ നൽകി എന്നുള്ളൊരു ഖ്യാതി കൂടി ഉണ്ടാക്കുക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യം. അതിനെ ജനങ്ങൾ എങ്ങനെ കാണുമെന്നുള്ളത് ഈ 2 തെരഞ്ഞെടുപ്പിൽ കണ്ടറിയണം. വീണ. ശരി ശാലിനി, ഇതിനു മുൻപ് അനുഭവിച്ചതൊന്നും ഏതായാലും ജനം മറക്കാൻ സാധ്യതയില്ല. മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകാം. ഇനി 6 വയസ്സ് മുതൽ കാടുകളെക്കുറിച്ചും വന്യജീവികളെക്കുറിച്ചും എല്ലാം ഗവേഷണം നടത്തുന്ന ഒരു കൊച്ചുമിടുക്കിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. പാലക്കാട് കൽപ്പാത്തി സ്വദേശിനി അനന്യ വിശ്വേഷാണ് കാടിനെയും വന്യമൃഗങ്ങളെയും കുറിച്ച് ഗവേഷണം നടത്തി 2 പുസ്തകങ്ങൾ വരെ രചിച്ചിരിക്കുന്നത്. മാത്രമല്ല 300-ലേറെ പക്ഷികളെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ കൂടിയായ 9ാം ക്ലാസ്സുകാരി കണ്ടെത്തിയിട്ടുണ്ട്. അരുൺ ആലത്തൂരിൻ്റെ റിപ്പോർട്ട്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വനത്തെയും വന്യജീവികളെയും എല്ലാം കുറിച്ച് ഗവേഷണം നടത്തുകയും 2 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും 300-ലേറെ പക്ഷികളെ അതിനെ കണ്ടെത്തുകയുമൊക്കെ ചെയ്ത ഒരു കുട്ടിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. പാലക്കാട് കൽപ്പാത്തി സ്വദേശിയായ അനന്യ വിശേഷാണ്. അനന്യ മോളെ, എങ്ങനെയാണ് ഇപ്പോൾ
ഈ വനം വന്യജീവി ഇതിനോടൊക്കെ ഉള്ളൊരു താല്പര്യം തുടങ്ങിയത് എങ്ങനെയാണ്? എനിക്ക് കാട്ടിൽ ചെറുപ്പത്തിൽ നല്ല താല്പര്യമായിരുന്നു. എൻ്റെ മുത്തശ്ശി പറയും നീ ചെറുപ്പത്തിൽ ടോയ്സ് വെച്ചൊന്നും കളിക്കാറില്ല, ബുക്സ് എന്നുണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് ബുക്സ് കാരണമാണ് ഈ ഇൻട്രസ്റ്റ് വന്നത്. എനിക്ക് ആ പ്രായത്തിൽ ഇഷ്ടമുള്ള ബുക്സ് ആയിരുന്നു പിക്ചർ ബുക്സ് എന്ന് പറയും. ഏതോ ഒരു വലിയ ബുക്കിൽ ബേർഡ്സ് ആനിമൽസിൻ്റെ ഒക്കെ ഡിഫറെൻ്റ് ആയിട്ട് ഫോട്ടോസൊക്കെ ഉണ്ടാവും. അത് വിട്ട ടച്ച് ആൻഡ് ഫീൽ പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. ഇതിൽ നമ്മൾ ഫീൽ ചെയ്യുക ആനിമൽസിൻ്റെ സ്കിൻ എങ്ങനെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ബുക്ക് വെച്ചിട്ടാണ് എനിക്ക് ഇൻട്രസ്റ്റ് ഫസ്റ്റ് തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ പാലക്കാടേക്ക് വന്നു. പാലക്കാടിൽ ഉണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾ. പാലക്കാട് ഞങ്ങളുടെ നാടാണ്. ആൻഡ് പാലക്കാടിലുള്ളപ്പോൾ നമ്മൾ വെക്കേഷൻ സമയത്തിൽ ഇവിടെ നിന്ന് ഊട്ടിക്ക് പോയതാണ്. അപ്പോൾ അവിടുത്തെ ആ വെതർ, നേച്ചർ, ബേർഡ്സ്, ആനിമൽസ് അതൊക്കെ കണ്ടൊരു ഇൻട്രസ്റ്റ് തോന്നിയപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഊട്ടിക്ക് മാറി. ഊട്ടിയിൽ കുറച്ച് വർഷങ്ങളുണ്ടായിരുന്നു. അവിടെയാണ് മസനഗുഡി പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ഞാൻ എൻ്റെ റിസർച്ചൊക്കെ തുടങ്ങി, എൻ്റെ ബുക്കൊക്കെ എഴുതി. എൻ്റെ മോസ്റ്റ് ഓഫ് ദ ഫീൽഡ് വർക്ക് ഞാൻ ചെയ്തത് മസനഗുഡി, മുതുമലൈ ആൻഡ് ബണ്ടിപ്പൂർ റേഞ്ചിലാണ്. ഈ ബുക്സിൽ പ്രധാനമായിട്ടും പക്ഷികളെ കുറിച്ചിട്ടുള്ളതാണ്. അതെ, എൻ്റെ ബുക്സിലുള്ള ഫോട്ടോസ് നിങ്ങൾ കണ്ട എല്ലാം എടുത്തത് ഞാനാണ്. ഇന്ന് എൻ്റെ കയ്യിൽ എൻ്റെ ക്യാമറ ഉണ്ട്. ഞാൻ ഓൾസോ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്. ഇതുവരെ ഞാൻ കണ്ട എല്ലാ ബേർഡ്സിൻ്റെ പിക്ചേഴ്സൊക്കെ എടുത്തിട്ടുണ്ട്. ആൻഡ് എൻ്റെ പിക്ചേഴ്സാണ് ഞാൻ എൻ്റെ ബുക്കിൽ ഇട്ടത്. അതിനുശേഷം ഈ ഊട്ടിയിൽ പഠിക്കാൻ വേണ്ടി തീരുമാനിച്ച അവിടുത്തെ സ്കൂളും അത്തരത്തിൽ തന്നെയാണോ തോന്നുന്നില്ല? അതായത് കാടുമായും മറ്റുമൊക്കെ നിങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്നത്? ഞങ്ങളുടെ സ്കൂളിൻ്റെ സറൗണ്ടിങ്സ് നല്ല പച്ചയായിട്ടുണ്ടായിരുന്നു. ടീ എസ്റ്റേറ്റ്സ്, പിന്നെ ചെറിയ ചെറിയ കാട് പോലെ സ്ഥലങ്ങൾ, പിന്നെ നല്ല വെതർ. അപ്പോൾ ആ വെതറിന് ബേർഡ്സ് കുറേ വരും. പൂക്കളൊക്കെ കണ്ടിട്ട് ബേർഡ്സ് വരും. ബേർഡ്സ് വന്നപ്പോൾ ഞങ്ങൾ ക്ലാസ് സമയം അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ. ബട്ട് എനിക്ക് അവിടെ നിന്നാണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് കൂടിയത്. എന്തെല്ലാം അച്ചീവ്മെൻറ്റ്സ് ആണ് അപ്പോൾ ഇതുവരെ നേടിയിട്ടുള്ളത്? എൻ്റെ അച്ചീവ്മെൻറ്റ്സ് ആണ് ഞാൻ ഇതുവരെ 300 സ്പീഷീസ് ഓഫ് ബേർഡ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് 2 ബുക്ക് എഴുതിയിട്ടുണ്ട്. ആൻഡ് എൻ്റെ ബുക്ക് വന്ന് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ മിസ് ദ്രൗപദി മുർമുവും ഫെലിസിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അത് വിട്ടാൽ ഞാൻ ജൂനിയർ മാസ്റ്റേഴ്സ് ഇൻ ഹെർപ്പറ്റോളജി പറഞ്ഞ ഡിഗ്രി ഉണ്ട്. ഇതൊന്ന് ഞാൻ USA നിന്ന് എടുത്തിട്ടുണ്ട്. ആ ഡിഗ്രി എടുത്ത കാരണം ഐ എം എ സർട്ടിഫൈഡ് റെപ്റ്റൈൽ ട്രെയിനിങ്. ഏറ്റവും ഏഷ്യയിൽ തന്നെ പ്രായം കുറഞ്ഞ ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ആളാണോ അല്ലേ, അതിൻ്റെ മാസ്റ്റേഴ്സ് ഡിഗ്രി കിട്ടുന്ന ആളാണോ? യെസ്, ഏഷ്യയിൽ ഞാൻ ഫസ്റ്റ് കുട്ടിയാണ് ഈ ഡിഗ്രി എടുക്കാൻ. ഈ പാമ്പ് പിടുത്തവും ഒക്കെ മോൾക്ക് അറിയാവുള്ളൂ അല്ലേ? ആ ഡിഗ്രി പഠിച്ച കാരണം പാമ്പ് പിടിക്കാൻ അറിയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലോക്കൽ ഏരിയയിൽ ഉള്ള ഒരു സ്നേക്ക് ക്യാച്ചർ ഞാനാണ്. എലൻപുരം, കൽപ്പാത്തി, കുമരപുരം ഏരിയയിൽ ഞാനൊരു സ്നേക്ക് ക്യാച്ചറാണ്. ഇതുവരെ ഇവിടുത്തെ സ്നേക്സ് സേഫായിട്ട് റെസ്ക്യൂ ചെയ്തിട്ട് സേഫ്ലി കാടിൻ്റെ ഉള്ളിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. സോ ഈ വനം വകുപ്പും മറ്റുമൊക്കെ മോളെ ബന്ധപ്പെടാറുണ്ട്? അവരുമായിട്ടൊക്കെ മറ്റ് ക്ലാസ്സുകൾ നടക്കാനൊക്കെ പോകാറുണ്ടോ? എനിക്ക് നമ്മുടെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നല്ല സപ്പോർട്ടുണ്ട്. എസ്പെഷ്യലി നമ്മൾ പറയാൻ പോയത് സോഷ്യൽ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ്. അവർ ഏത് ക്ലാസ് ആയാലും എവിടെ ആയാലും എന്നെ വിളിക്കും, വന്ന് ഞങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമെന്നും പറയും. ഇതിൻ്റെ കാരണം എന്താ പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഒരു 8000 കുട്ടികൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട് ഓൾ ഓവർ ഇന്ത്യ അബൌട്ട് വൈൽഡ് ലൈഫ് കൺസർവേഷൻ. ആൻഡ് ഇത് കാരണമാണ് എന്നെ എല്ലാവരും വിളിക്കുന്നത്. ആൻഡ് എനിക്കിവിടെ സപ്പോർട്ട് കിട്ടുന്നത് ഒരു വലിയ അച്ചീവ്മെൻ്റാണ് എനിക്ക്. എത്ര ഭാഷകൾ അറിയാം? എനിക്ക് ഇതുവരെ 6 ഭാഷകൾ ഫ്ലുവൻ്റ് ആയിട്ട് അറിയാം. അതാണ് ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, മറാഠി, മലയാളം, ഫ്രഞ്ച്. ഇത് വിട്ടാൽ മനസ്സിലാക്കാൻ നമ്മൾക്ക് ഗുജറാത്തി, രാജസ്ഥാനി അതുപോലത്തെ ലാംഗ്വേജസ് നമ്മൾക്ക് മനസ്സിലാക്കാം, പക്ഷെ തിരിച്ച് പറയാൻ കിട്ടില്ല. ഈ കാടും അതുപോലെ തന്നെ വന്യജീവികളെയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം കൂടെ തോന്നാറുണ്ട് എപ്പോഴും? എനിക്കിത് കാണുമ്പോൾ സന്തോഷമായിട്ടും തോന്നും, പക്ഷേ കുറച്ച് ദുഃഖമായിട്ടുണ്ടാവും. എന്ത് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കറൻ്റ്ലി ഇവരുടെ വീടൊക്കെ നശിപ്പിച്ച് നമ്മൾ ബിൽഡിങ്സൊക്കെ കെട്ടണ്ടേ. സോ നമ്മൾ എത്ര നശിപ്പിച്ചോ ഇതുവരെ അതൊക്കെ നമ്മൾ അവർക്ക് തിരിച്ച് കൊടുക്കണം. അപ്പോൾ തന്നെ നമ്മൾ ഹ്യൂമൻ ഹാബിറ്റേഷൻസിൽ കയറാതെ അവർ സേഫ്. ഹാബിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷത്തിന് പ്രധാന കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയത് ഇത്രയും ഗവേഷണവും പഠനമൊക്കെ നടത്തിയപ്പോൾ? ഇത്രയും ഞാൻ മനസ്സിലാക്കിയത് ഇതിൻ്റെ മെയിൻ കോസാണ് ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ. അത് കഴിഞ്ഞിട്ട് ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ മാത്രമല്ല, നമ്മളും ടൂറിസ്റ്റായിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ ആ ഏരിയയിൽ പോയി വേസ്റ്റ് ഇട്ട് അനിമൽ കണ്ടിട്ട് അത് ശബ്ദം ഉണ്ടാക്കി അതിന് ഡിസ്റ്റർബ് ചെയ്യുന്നതും ഒരു മെയിൻ റീസൺ ആവാൻ ചാൻസസ് ഉണ്ട്. തടയാൻ എന്താ ചെയ്യാന്ന്? ഇപ്പോൾ നമ്മൾ കാടിൻ്റെ ഉള്ളിൽ ആസ് ടൂറിസ്റ്റ് പോകുമ്പോൾ ഒരു സർട്ടൻ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. നിങ്ങൾ കാടിൻ്റെ പോയാൽ ഇതൊരു ബേസിക് സെറ്റ് ഓഫ് റൂൾസ്. എന്താ പറഞ്ഞാൽ വണ്ടി നിർത്താൻ പാടില്ല, വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല, അനിമൽസിന് ഫീഡ് ചെയ്യാൻ പാടില്ല, അനിമൽസിന് ടീസ് ചെയ്യാൻ പാടില്ല. ഇതാണ് ബേസിക് റൂൾസ് എല്ലാ ഫോറസ്റ്റിലും ഉള്ളത്.
ബട്ട് കുറേ പേര് ഇതൊക്കെ ഫോളോ ചെയ്യാറില്ല. ഇത് ഞാൻ ഒരു റിക്വസ്റ്റായിട്ട് പറയുക, പ്ലീസ് ഈ റൂൾസ് ഫോളോ ചെയ്യണം. ശരിക്കും വന്യജീവികൾ നമ്മളെ ആക്രമിക്കുന്നത് നമ്മൾ അവരുടെ ആവാസ വ്യവസ്ഥയിൽ പോയിട്ട് ബുദ്ധിമുട്ടിക്കുന്നതുകൊണ്ടാണ്. അതാണ് ഒരു മെയിൻ റീസൺ. നമ്മളവരെ ഡിസ്റ്റർബ് ചെയ്യുമ്പോഴാണ് അവർ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. ആനിമൽസൊക്കെ ഞാൻ കണ്ടത് വരെ നമ്മളവരെ ഡിസ്റ്റർബ് ചെയ്തില്ലെങ്കിൽ അവർ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യില്ല. അതിനകത്തൊക്കെ പോകുമ്പോൾ അങ്ങനെ ഒന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല? ഇല്ല, എനിക്കിതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. 1-2 പ്രാവശ്യം പോകുമ്പോൾ ജസ്റ്റ് ആനിമൽസ് ക്രോസ് ചെയ്തിട്ടിട്ട്, ബട്ട് അത് വിട്ട വേറെ സീരിയസ് എൻകൗണ്ടേഴ്സ് ഒന്നും വന്നിട്ടില്ല. എന്താണ് നമ്മളുടെ ഒരു ആഗ്രഹം? എന്താണ് ഇനി ലൈഫിൽ? എൻ്റെ ലൈഫിൻ്റെ മെയിൻ ഗോളാണ് എനിക്ക് ഒരു IFOS ഓഫീസർ ആവണം. ഓഫീസറായിട്ട് അനിമൽസിനും എല്ലാവരിനെയും, അനിമൽസ് ആൻഡ് ഹ്യൂമൻസ് രണ്ടുമേ ചേർന്ന് കോഎക്സിസ്റ്റ് ആവണം. സോ അതാണ് എൻ്റെ മെയിൻ ഗോൾ. സോ അത് നമ്മൾ ഇപ്പോൾ എൻ്റെ പ്രായത്തിൽ കുട്ടികളിന് ഞാൻ അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. മേ ബി ഇൻ ഫ്യൂച്ചർ എന്നെ പോലെ ഇനിയും കുറേ പേര് വന്നിട്ട് കാടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വരണം എന്നാണ് എൻ്റെ ഇനിയൊരു ആഗ്രഹം. എല്ലാ ആശംസകളും. കാടിനെ കൂടുതൽ സംരക്ഷിക്കാൻ കഴിയണം, വന്യജീവികളെ സംരക്ഷിക്കാൻ കഴിയണം, ഒപ്പം മനുഷ്യനും വന്യജീവികളും തമ്മിലൊക്കെയുള്ള ഈ സംഘർഷം കുറയ്ക്കാനും കഴിയണം. അതിനുവേണ്ടി തനിക്ക് ഇനിയും പഠിക്കണം, വനം വകുപ്പിൽ തന്നെ ജോലിയിലേക്ക് പ്രവേശിക്കണമെന്നുൾപ്പെടെയാണ് അനന്യ മോൾ പറയുന്നത്. അതെല്ലാം സാധ്യമാവട്ടെ ഈ കൊച്ചുമിടുക്കിക്ക്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്. ലോട്ടറി ക്ഷേമനിധി തട്ടിപ്പിൽ കണക്കുകൾ പുറത്ത്. 2018 ഏപ്രിൽ 14-ന് 63.51 ലക്ഷം രൂപ ക്ലർക്ക് സംഗീത് ക്ഷേമനിധി അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചു. 15 ലക്ഷം രൂപ സംഗീത് സ്വന്തം അക്കൗണ്ടിലേക്കും മാറ്റി. 58 ചെക്കുകളിലൂടെ 1.14 കോടി രൂപ തട്ടിയെടുത്തു. ബോർഡുമായി ബന്ധമില്ലാത്ത സുനിൽ എന്നയാളുടെ പേരിലും 1 കോടി രൂപ തട്ടി. അക്കൗണ്ട് മാറ്റിയിട്ടും പഴയ അക്കൗണ്ടിൽ പണം എത്തിയത് എങ്ങനെയെന്ന ചോദ്യത്തിൽ ക്ഷേമനിധി ബോർഡിന് പക്ഷേ ഉത്തരമില്ല. ജനം ബ്രേക്കിംഗ്. പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രജിത്ത്, ഈ തട്ടിപ്പിൻ്റെ വിശദാംശങ്ങൾ വരുമ്പോൾ എന്തൊക്കെയാണ് വ്യക്തമാകുന്നത്? എങ്ങനെയാണ് ഈ സംഗീത പണം തട്ടിയെടുത്തത്, വിവിധ അക്കൗണ്ടുകളിലേക്ക് മാറ്റിയത്? വീണ, സംഗീത് ഒറ്റയ്ക്ക് തട്ടിപ്പ് നടത്തി എന്നുള്ള കാര്യത്തിൽ ഈ സമയവും ആരും അത് വിശ്വസിക്കുന്നില്ല. കാരണം നിലവിൽ ആഭ്യന്തര അന്വേഷണ സമിതി ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ സംസ്ഥാനത്തെ ലോട്ടറി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ പോലും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷേ ഇവിടെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരമൊരു ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് വന്നിട്ട് കൂടി ആ ഉദ്യോഗസ്ഥർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ളൊരു നടപടിക്ക് സർക്കാരോ ലോട്ടറി വകുപ്പോ തയ്യാറായിട്ടില്ല എന്നുള്ളൊരു വലിയ പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ ഈ തട്ടിപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള തട്ടിപ്പിന്റെ മുഴുവൻ വിവരങ്ങളും നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. ഇതിൽ 2018 ഏപ്രിൽ 14-ന് 63.51 ലക്ഷം രൂപ സംഗീത അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചു. ആ പിൻവലിച്ചത് ആണ് തട്ടിപ്പിന്റെ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്ന കണക്കുകളിൽ, അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കണക്കുകളിൽ ആദ്യത്തെ തട്ടിപ്പ് എന്നുള്ളത്. പിന്നീട് 15 ലക്ഷം രൂപ സ്വന്തം അക്കൗണ്ടിലേക്കും സംഗീത മാറ്റുന്ന സാഹചര്യമുണ്ടായി. 2018-19 കാലയളവിൽ ഏതാണ്ട് 58 ചെക്കുകളിലൂടെ സംഗീത 1.14 കോടി രൂപ തട്ടിയെടുത്തു എന്നുള്ളതാണ് മറ്റൊരു കണക്ക്. ഇതിന്റെ വിശദാംശങ്ങളും വിവരങ്ങളും നമ്മളിപ്പോൾ പുറത്തുവിടുന്നുണ്ട്. അതിന്റെ ഡോക്യുമെന്റുകളും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇതിൽ 2 തവണ നേരിട്ട് ക്യാഷും ബാക്കി എല്ലാ തവണയും സ്വന്തം അക്കൗണ്ടിലേക്കുമാണ് സംഗീത ചെക്ക് ഉപയോഗിച്ച് പണം മാറ്റിയത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ക്ഷേമനിധി ബോർഡുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലാത്ത സുനിൽ എന്ന് പറയുന്ന ഒരാളുടെ പേരിലും ഏകദേശം 1 കോടി രൂപയോളം സംഗീത തട്ടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 3.92 ലക്ഷം രൂപയോളം വരുന്ന തട്ടിപ്പിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ കൃത്യമായി ജനം TV പുറത്തുവിടുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പോൾ ക്ഷേമനിധി ബോർഡിൽ ഒരു ഓഡിറ്റിംഗ് നടത്തുന്നതിനെ പറ്റിയുള്ള ആലോചനയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. 2014 മുതലാണ് സംഗീത ജോലി ചെയ്യുന്നത്. ഈ ക്ഷേമനിധി ബോർഡിൽ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ ജോലിക്ക് എത്തുന്നത്. അന്ന് തൊട്ടുള്ള മുഴുവൻ കണക്കുകളും പിന്നീട് അതിന് മുമ്പുള്ള കണക്കുകളും പരിശോധിക്കപ്പെടുന്നുണ്ട്. പക്ഷേ സംഗീത എത്തിയ കാലം മുതലുള്ള കണക്കുകളിൽ കൃത്യമായ പരിശോധന എന്തായാലും ഉണ്ടാകും. അത് ഓഡിറ്റിംഗ് നടത്തുമ്പോൾ ഈ കൂടുതൽ തട്ടിപ്പുകൾ പുറത്തു വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ക്ഷേമനിധി ബോർഡ് ഉള്ളത്. അങ്ങനെയെങ്കിൽ ഇനിയും ഈ കോടികളുടെ കണക്ക് കൂടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ ഏതാണ്ട് 4 കോടിക്കടുത്തെത്തി നിൽക്കുന്നെങ്കിൽ 5 കോടിയും 6 കോടിയും ഒക്കെ കഴിയാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ ക്ഷേമനിധി ബോർഡിലെ ഈ ഓഡിറ്റിംഗ് നടക്കുമ്പോൾ പുതിയ കണക്കുകൾ പുറത്തു വരുമ്പോൾ ഉള്ളത്. പക്ഷേ
പക്ഷേ അപ്പോഴും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാത്തത് എന്നുള്ളതാണ്. ക്ഷേമനിധി ബോർഡിൽ അന്ന് തട്ടിപ്പിന് കൂട്ടുനിന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന സൂപ്പർവൈസറി തസ്തികയിൽ ഉണ്ടായിരുന്ന ഓഫീസർമാർ ഏതാണ്ട് 4-5 ഉദ്യോഗസ്ഥരുടെ പേരുകൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ അവർക്കെതിരെ എന്തുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ ലോട്ടറി വകുപ്പും സർക്കാരും ഒന്നും നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളൊരു വലിയ ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ വരെ ഈ തട്ടിപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പുറത്തു വരുന്ന. ശരി പ്രജിത്ത്, അങ്ങനെ നോക്കുമ്പോൾ വലിയ വിപുലമായ അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടായേ മതിയാവുകയുള്ളൂ. ഏതായാലും വിവിധ വിഷയങ്ങളിലൂടെ പോയി പുത്തൻപുലരി ഇന്ന് 2 മണിക്കൂർ പോയതേ അറിഞ്ഞില്ല എന്നുള്ളതാണ്